Good morning, all. Good morning, ma'am. Good morning, ma'am. ബാക്കി എടുക്കാലോ. മിസ് എടുത്ത ഭാഗങ്ങൾ ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? മോണിറ്ററിംഗ് ഉണ്ടോ? ക്ലിയർ ആണോ എല്ലാം? ഓക്കെ. ഇവിടെ മുതലല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത് മിസ്സിന്? വേസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനുള്ള, ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള വഴികൾ എന്തൊക്കെയാണ് അല്ലെ? ഇവിടെ മുതലല്ലേ മിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? Okay. Okay. How can patient satisfaction be improved? എങ്ങനെയാണ് നമുക്ക് ഹോസ്പിറ്റലില് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നത്? ഒറ്റ വാക്ക് പറഞ്ഞേ, ഒരൊറ്റ സെന്റൻസിൽ പറഞ്ഞേ. എങ്ങനെയായിരിക്കും നമുക്ക് ഹോസ്പിറ്റലില് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നത്? പേഷ്യൻസിന്റെ ഹോസ്പിറ്റലിൽ നിന്നുള്ള അല്ലെ മൊത്തത്തിലുള്ള അനുഭവം അല്ലെ പോസിറ്റീവ് ആക്കി കഴിഞ്ഞാൽ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാമല്ലോ. പേഷ്യൻസ് ഹോസ്പിറ്റലിൽ ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുക, കെയർ മാത്രം, ക്വാളിറ്റി കെയർ കൊടുത്താൽ മാത്രം പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാൻ പറ്റുമോ? വെയിറ്റിംഗ് ടൈമിനെ ബേസ് ചെയ്യുന്നില്ലേ? അല്ലേ? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനില് ടൈം എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? പിന്നെന്താണ്? ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസ്, സ്റ്റാഫുകളുടെ ബിഹേവിയർ ഇല്ലേ? ഒരുപാട് ഫാക്ടേഴ്സ് ഇല്ലേ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? കേൾക്കുന്നില്ല എല്ലാവർക്കും? എങ്ങനെയാണ് കേൾക്കുന്നുണ്ടോ ബാക്കി എല്ലാവർക്കും? ഓക്കെ. ഒന്ന് കേൾക്കാത്ത ആള് ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ട്, ലീവ് ചെയ്തിട്ട് ഒന്നും കൂടി ജോയിൻ ചെയ്യട്ടോ. അതെന്തെങ്കിലും നെറ്റ് ഇഷ്യൂസ് ആയിരിക്കാം. ഓക്കെ. How can patient satisfaction be improved? Highly effective strategies for enhancing patient satisfaction spins around creating an environment in which patients have a positive overall experience with all members of their medical teams. Like hospital patients satisfaction score വർദ്ധിപ്പിക്കുന്നതിനുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള, കാര്യക്ഷമ ഫലപ്രദമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്? ഹോസ്പിറ്റലിലെ മൊത്തത്തിലെ എൻറ്റയർ മെഡിക്കൽ ടീം അല്ലെ, മൊത്തത്തിലുള്ള മെഡിക്കൽ ടീമുകളിൽ നിന്നുള്ള അനുഭവം, പേഷ്യൻസിന്റെ അനുഭവം എങ്ങനെയാക്കാം? പോസിറ്റീവ് ആക്കാം അല്ലെ? ബെറ്റർ ആക്കാം അല്ലെ? ഇപ്പൊ എന്താണ്? ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻസ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോയിന്റ്മെന്റ്സ്, രജിസ്ട്രേഷനിൽ നിന്നുള്ള സ്റ്റാഫുകളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം അല്ലെ? അത് കഴിഞ്ഞിട്ടാണ് ഡോക്ടേഴ്സിന്റെ റൂമിൽ ചെല്ലുമ്പോൾ ഡോക്ടർ അവരോട് പെരുമാറുന്നത്, അവർക്ക് എങ്ങനെയുള്ള കെയർ ആണ് കൊടുക്കുന്നത് അല്ലെ? അങ്ങനെയുള്ള ഡോക്ടറുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് അല്ലെ? കൂടാതെ എന്താണ്? ഹോസ്പിറ്റലിൽ നിന്ന് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് സർവീസുകൾ, ഒരുപാട് സർവീസുകൾ ഹോസ്പിറ്റലിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള എല്ലാ സർവീസുകളിലും ഹോസ്പിറ്റലിലെ ഓവറോൾ പെർഫോമൻസ്, ഓവറോൾ മെഡിക്കൽ ടീമിൽ നിന്നുള്ള പേഷ്യൻസിന്റെ അനുഭവം പോസിറ്റീവ് ആക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന ഡോക്ടർ നല്ല രീതിയിൽ നമ്മളെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നില്ല, നമ്മളെ ചെക്കപ്പ് ചെയ്യുന്നില്ല. നഴ്സുമാരാണെങ്കിൽ നമുക്ക് വേണ്ട അഡ്വൈസുകൾ പറഞ്ഞു തരുമല്ലോ. ഡോക്ടർ എഴുതിയ കാര്യങ്ങൾ അവര് നമുക്ക് പറഞ്ഞു തരാറുണ്ടോ?
മെഡിസിനുകളെ കുറിച്ച് അല്ലെ പറഞ്ഞുതരാറില്ലേ നഴ്സുമാര്? ഇങ്ങോട്ട് പോകണം അല്ലെ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ടോ അല്ലെ, ഡോക്ടർ ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ടോ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള അപ്പൊ ഇവര് കറക്റ്റ് രീതിയിൽ നമ്മളിട്ട് പറഞ്ഞു തന്നില്ലെങ്കിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവോ? സാറ്റിസ്ഫൈഡ് ആവോ? ഇല്ല. അപ്പൊ എന്താ, ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള എൻറ്റയർ മെഡിക്കൽ ടീമിൽ നിന്നുള്ള പേഷ്യൻസിന്റെ അനുഭവം ബെറ്റർ ആക്കിയാൽ അല്ലെ, പോസിറ്റീവ് ആക്കിയാൽ എന്താണ്, പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാനായി സാധിക്കും. ക്ലിയർ ആയോ? നെക്സ്റ്റ്, 8 creative ways to increase patient satisfaction. Patient satisfaction വർദ്ധിപ്പിക്കുന്നതിനുള്ള 8 creative ways വഴികൾ ഏതെല്ലാമാണ് നോക്കിയേ. ensure timely follow up അല്ലെ, എന്താണ്, പേഷ്യൻസ് ആ കറക്റ്റ് സമയത്ത് ഫോളോ അപ്പുകൾ നടത്തുന്നുണ്ടോ എന്ന കാര്യം ഉറപ്പാക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഫോളോ അപ്പുകൾക്ക് വേണ്ടി റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യുക അല്ലെ, ഹോസ്പിറ്റലില് പേഷ്യന്റ് പോർട്ടൽ വഴി അല്ലെ, പഠിച്ചില്ലേ HIS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തില്? അപ്പൊ എന്താണ്, അങ്ങനെ റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ആ ഫോളോ അപ്പിന് സമയമാവുന്ന പേഷ്യൻസിനെ ഓർമ്മിപ്പിക്കും അല്ലെ, ഇന്ന ദിവസം ഫോളോ അപ്പിന് ഡോക്ടർ ചെക്കപ്പിന് സമയമായിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, പേഷ്യൻസ് കറക്റ്റ് ടൈമിൽ അവർക്ക് പറയുന്ന ആ ഒരു ദിവസം, ഒരു ആഴ്ചയാവാം അല്ലെ, അതല്ലെങ്കിൽ 2 ആഴ്ച ആവാം, അങ്ങനെ ആ കറക്റ്റ് സമയത്ത് അവർ ഫോളോ അപ്പുകൾ നടത്തുന്നുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തുക. നെക്സ്റ്റ്, ഫോക്കസ് ഓൺ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യൻസ്. പേഷ്യൻസും കെയർ പ്രൊവൈഡേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കണം? എങ്ങനെയായിരിക്കണം? ഇപ്പൊ നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോയി, അവിടുത്തെ ആ ഡോക്ടറും നിങ്ങളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കണം? ഫ്രണ്ട്ലി ആയിരിക്കണം അല്ലെ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഡോക്ടർ കേൾക്കാൻ സന്നദ്ധനായിരിക്കണ്ടേ? നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് അല്ലെ, നിങ്ങളുടെ പ്രോബ്ലംസിനെ കുറിച്ച്, നിങ്ങളുടെ അസുഖത്തെ കുറിച്ച് അല്ലെ, എല്ലാം ഡോക്ടർ നല്ല രീതിയിൽ കേൾക്കണ്ടേ? അപ്പൊ എന്താണ്, ഫോക്കസ് ഓൺ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യൻസ്. പേഷ്യൻസും പ്രൊവൈഡേഴ്സും തമ്മിൽ നല്ല രീതിയിലുള്ള അല്ലെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക. പേഷ്യൻസിന് എന്താണ്, ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണ്ടേ? ഇപ്പൊ ഡോക്ടർ ചിലപ്പോ ഈ പേഷ്യൻസിന്റെ അസുഖവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാലോ, നിർദ്ദേശങ്ങൾ കൊടുക്കാലോ, ഡയറ്റുകൾ കൊടുക്കാം, മെഡിസിനുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം അല്ലെ, ടെസ്റ്റുകൾ പറഞ്ഞു കൊടുക്കാം, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാലോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നില്ലേ ഡോക്ടർ? അപ്പൊ എന്ത് ചെയ്യണം, ആ കാര്യങ്ങൾ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ പേഷ്യൻസിന് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയണ്ടേ? ഡോക്ടർ കുറെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തതുകൊണ്ട് കാര്യമുണ്ടോ? പേഷ്യൻസിന് അതിന് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണം അല്ലേ? അപ്പൊ എന്താ, പേഷ്യൻസും പ്രൊവൈഡറും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ്, മെയിൻറ്റെയിൻസ് ട്രാൻസ്പെറൻസി വിത്ത് പേഷ്യൻസ്. പേഷ്യൻസിന്റെ ഇടയിൽ ഒരു ക്ലാരിറ്റി സുതാര്യത നിലനിർത്താൻ. ഇപ്പൊ ഹോസ്പിറ്റലില് പേഷ്യൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലേ? രജിസ്ട്രേഷൻ ഉണ്ട്, അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട്, ഡോക്ടർ കൺസൾട്ടേഷൻ റൂമിലുണ്ട്, ടെസ്റ്റുകൾ ഉണ്ട് അല്ലെ. അപ്പൊ അവര് എന്താണ് ചെയ്യുക ഹോസ്പിറ്റലിൽ ഓരോ സെക്ഷനിലും അല്ലെ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കേണ്ട, വ്യക്തത ആണോ? ബില്ല് എവിടെ പേ ചെയ്യണം അല്ലെ, ഫാർമസിയിൽ നിന്ന് മെഡിസിൻസ് എവിടെ നിന്നാണ് ലഭിക്കുന്നത് അല്ലെ, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നത് അല്ലെ, ഓരോ ടെസ്റ്റുകൾ എവിടെയാണ് ചെയ്യുന്നത് അല്ലെ, ഡോക്ടർ എന്തൊക്കെ കാര്യങ്ങൾ പേഷ്യൻസിനോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പേഷ്യൻസിന് എന്താണ് അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒരു ട്രാൻസ്പെറൻസി, ഒരു വ്യക്തത ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ?
നെക്സ്റ്റ് പ്രയോറിറ്റൈസ് ഷോർട്ട് വെയിറ്റ് ടൈംസ്. എന്ത് ചെയ്യുക? ഷോർട്ട് വെയിറ്റ് ടൈംസ് അല്ലെ, അവർ കാത്തിരിക്കാനുള്ള സമയം കുറയ്ക്കുന്നതിന് പ്രാധാന്യം നൽകുക അല്ലെ. ഇപ്പൊ ഒരു പേഷ്യൻസ് ഹോസ്പിറ്റലിൽ വന്നിട്ട് അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടി ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ട്, ഡോക്ടർ കൺസൾട്ടേഷന് വേണ്ടി ഒരുപാട് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പേഷ്യൻസിന് സാറ്റിസ്ഫൈഡ് ആവോ? ലോങ് വെയിറ്റ് ടൈം ഇല്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക? ഷോർട്ട് വെയിറ്റ് ടൈംസിന് പ്രാധാന്യം നൽകുക. നെക്സ്റ്റ് സ്ട്രൈവ് ടു ഇംപ്ലിമെന്റ് procedures to educate patients about treatment plans. എന്തുണ്ടായിരിക്കണം? പേഷ്യൻസിന് അവരുടെ ട്രീറ്റ്മെന്റ് പ്ലാനുകളെ കുറിച്ച് അല്ലെ, ചികിത്സാ പദ്ധതികളെ കുറിച്ച് അവർക്ക് തന്നെ ഒരു അറിവ് ഉണ്ടാവണ്ടേ? എഡ്യൂക്കേഷൻ. അപ്പൊ എന്താണ്? പേഷ്യൻസിന് അവരുടെ ട്രീറ്റ്മെന്റ് പ്ലാനുകളെ കുറിച്ച്, ചികിത്സാ പദ്ധതികളെ കുറിച്ച് അവർക്ക് തന്നെ ഒരു അറിവുണ്ടായിരിക്കണം. അതാരാ പറഞ്ഞു കൊടുക്കുന്നത് പേഷ്യൻസിന്? അവരുടെ ചികിത്സാ പ്ലാനുകളെ കുറിച്ച് പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുന്നത് ആരാ? ഡോക്ടർ. അപ്പൊ എന്താണ്? ഡോക്ടറും പേഷ്യൻസും തമ്മിൽ അപ്പൊ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ മാത്രമാണ് പേഷ്യൻസിന് ഇതൊക്കെ അറിയാൻ സാധിക്കുള്ളൂ. എഫക്റ്റീവ് ആയാലേ, നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രല്ലേ. ഓക്കെ ആണോ? നെക്സ്റ്റ് പോയിന്റ് പറയാനോ മിസ്? യൂട്ടിലൈസ് feedback from patients to analyze patient satisfaction metrics. എന്താണ്? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ അളക്കുന്നതിന് വേണ്ടിയിട്ട്, നമുക്ക് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുക? പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് യൂസ് ചെയ്യുക അല്ലെ. ഫീഡ്ബാക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പൊ പേഷ്യൻസ് ഫീഡ്ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും അല്ലെ, അവർ എന്തൊക്കെ കാര്യങ്ങളിൽ സാറ്റിസ്ഫൈഡ് ആണ്, എന്തൊക്കെ കാര്യങ്ങളിൽ ഡിസാറ്റിസ്ഫൈഡ് ആണെന്നൊക്കെ അവര് നോട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. എവിടെയൊക്കെ ഇംപ്രൂവ്മെന്റുകൾ വരുത്തേണ്ടതുണ്ട് അല്ലെ, ഏതൊക്കെ ഏരിയാസിൽ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ട്, ഹോസ്പിറ്റലിന് എന്തൊക്കെ പോരായ്മകൾ ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അളക്കുക. നെക്സ്റ്റ് ഇംപ്ലിമെന്റ് ടെക്നോളജിക്കൽ സപ്പോർട്ട് സിസ്റ്റം ഫോർ ഗ്രേറ്റർ ഫെസിലിറ്റി ആൻഡ് എഫിഷ്യൻസി. എന്താണ്? നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഫെസിലിറ്റി എഫിഷ്യൻസിക്ക് വേണ്ടി എന്ത് ഉപയോഗിക്കുക? ടെക്നോളജിക്കൽ സപ്പോർട്ടുകൾ അല്ലെ. നമുക്കറിയാം ഹോസ്പിറ്റലില് ഡോക്ടേഴ്സിന്റെ സർവീസ്, നഴ്സുമാരുടെ സർവീസ് അത് മാത്രമാണോ ഉള്ളത്? ഒരുപാട് ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. MRI സ്കാനിങ്, CT സ്കാനിങ്, എക്സ്റേ അല്ലെ, ആണോ? സർജിക്കൽ എക്യുപ്മെന്റ്സുകൾ, BP അപ്പാരറ്റസ് അല്ലെ, ഒരുപാട് എക്യുപ്മെന്റ്സുകൾ, ടെക്നോളജീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ്? ഹോസ്പിറ്റലിലെ ഫെസിലിറ്റി എഫിഷ്യൻസിക്ക് വേണ്ടി, അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളുടെ കാര്യക്ഷമതയ്ക്ക് വേണ്ടി എന്താണ്? ടെക്നോളജി സപ്പോർട്ടുകൾ അല്ലെ, സാങ്കേതിക വിദ്യകള് യൂസ് ചെയ്യുക, ഉപയോഗിക്കുക. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഇംപ്രൂവ് ദ ഫെസിലിറ്റി എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ. ഹോസ്പിറ്റലില് നല്ല രീതിയിലുള്ള ഒരു ഫെസിലിറ്റി എൻവയോൺമെന്റും കൾച്ചർ, നല്ലൊരു സംസ്കാരവും ഉണ്ടായിരിക്കും അല്ലെ. നമ്മ പറഞ്ഞു പേഷ്യൻസിന്റെ ആയിട്ടുള്ള കൾച്ചറാണ് ഹോസ്പിറ്റലില്. പക്ഷെ പേഷ്യൻസിന് മാത്രം ഇമ്പോർട്ടന്റ് കൊടുത്താൽ മതിയോ? അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ഇതും കൂടി ഒന്ന് നോക്കണം അല്ലെ, സാറ്റിസ്ഫാക്ഷനും കൂടി നോക്കണ്ടേ. അപ്പൊ എന്താണ്? ഹോസ്പിറ്റലില് നല്ല രീതിയിലുള്ള ഒരു ഫെസിലിറ്റി എൻവയോൺമെന്റും ഒരു കൾച്ചറും ക്രിയേറ്റ് ചെയ്യും അല്ലെ. ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് ഡെവലപ്പ് റാപ്പോർട്ട്. എന്താണ് റാപ്പോർട്ട് എന്ന് പറഞ്ഞാല്? റിലേഷൻ അല്ലെ, ബന്ധം. ആര് തമ്മിലാണ് ഒരു ബന്ധം വേണ്ടത്, റിലേഷൻ വേണ്ടത്? ഹോസ്പിറ്റലില് നല്ല രീതിയിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കേണ്ടത് ഹെൽത്ത് കെയർ പ്രൊവൈഡറും സ്റ്റാഫ്, പേഷ്യൻസ്, കൂടാതെ എന്താണ് നമ്മുടെ ഡോക്ടറും പേഷ്യൻസും തമ്മിൽ ഒരു നല്ലൊരു റാപ്പോർട്ട് വേണോ? ഓക്കെ. Fear often gets in the way of patients' ability to retain important clinical information, which includes self-care instructions. Self-care instruction ഉൾപ്പെടെ എന്താണ് പ്രധാനപ്പെട്ട ചികിത്സാ രീതികൾ, ട്രീറ്റ്മെന്റ് പ്ലാനുകൾ എന്താണ്
പേഷ്യൻസ് നിലനിർത്തുന്നതിൽ അവർക്ക് ഭയം ഉണ്ടാക്കുന്നു എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മ ചില പേഷ്യൻസിന് ഈ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് ഈ കയ്യിലൊക്കെ പ്ലാസ്റ്റർ ഇട്ട് കഴിയുമ്പോൾ അവരോട് നമ്മ പറയില്ലേ വീട്ടിൽ എക്സസൈസുകൾ ചെയ്യുക, ഫിസിയോതെറാപ്പി സ്വന്തം ചെയ്യാനൊക്കെ പറയില്ലേ. അതല്ലെങ്കിൽ എന്താണ് ഷുഗർ കൂടി കഴിയുമ്പോൾ പേഷ്യൻസിനോട് പറയില്ല ഇൻസുലിൻ കുത്തിവെക്കാന്ന്. അവർക്ക് ആ മെഡിസിൻ അവർക്ക് എഫക്ട് ചെയ്യാതാവുമ്പോ നമുക്ക് എന്താണ് ഡോക്ടർ നിർദ്ദേശിക്കും അല്ലെ, ഇൻസുലിൻ കുത്തിവെക്കുക. അതല്ലെങ്കിൽ എന്തെങ്കിലും സർജറി അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവൊക്കെ പറ്റി കഴിയുമ്പോ പറയില്ലേ ഒന്നരാടം തന്നെ ഡ്രസ് ചെയ്യാനൊക്കെ പറയാലോ, സ്വയം ഡ്രസ് ചെയ്യാനൊക്കെ, ക്ലീൻ ചെയ്ത് ഡ്രസ് ചെയ്യാൻ പറയാലോ ആ മുറിവ് പറ്റിയ ഭാഗത്തിന്. അപ്പൊ ഇതൊക്കെ പേഷ്യൻസിൽ പേടി ഉണ്ടാക്കും അല്ലെ, സ്വന്തം ചെയ്യാനായിട്ട് ഉണ്ടാക്കുക. അവർക്ക് ഇൻസുലിൻ എന്താണ്, അവർ ഇൻസുലിൻ കുത്തിവെച്ചാല് എന്താണ് അതിന്റെ ഡോസ് കൂടി പോവാ അല്ലെ, ശരിയായ രീതിയിൽ അവർക്ക് ചെയ്യാൻ സാധിക്കോ ഇല്ലേ? നിങ്ങൾക്കാണെങ്കിലും ഉണ്ടാവില്ലേ അങ്ങനത്തെ ടെൻഷൻ? ഇപ്പൊ ഡ്രസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല് കുറെ മുറിവൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കത് അഴിച്ചു കളയുമ്പോ തന്നെ നമുക്ക് ചിലവർക്ക് തലകറക്കൊക്കെ വരാറില്ലേ, അത് കാണുമ്പോ തന്നെ BP ഷൂട്ടായിട്ട് ആ മുറിവ് കാണുമ്പോ തന്നെ തുന്നലും ഇല്ലേ എന്തോ. അപ്പൊ എന്താണ് സ്വയം പരിചരണ നിർദ്ദേശങ്ങൾ അല്ലെ, സെൽഫ് കെയർ ഇൻസ്ട്രക്ഷൻസ് പോലെയുള്ള എന്താണ് പ്രധാനപ്പെട്ട ചികിത്സാ വിവരങ്ങള് രോഗി തന്നെ കൈകാര്യം ചെയ്യുന്നതിൽ അവർക്ക് എന്താണ് ഭയം ഉണ്ടാക്കുന്നു അല്ലെ, പേടി ഉണ്ടാക്കുന്നു. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യണം? അങ്ങനെ ഡോക്ടർ ഇങ്ങനെ പറയുമ്പോ ആ പേഷ്യൻസിന് പേടിയുണ്ട്, അവർക്ക് ഫിയർ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡോക്ടർ എന്ത് ചെയ്യും? അവരൊന്ന് കൗൺസിലിംഗ് പോലെ അല്ലെ, ആണോ കൗൺസിലിംഗ് പോലെ, അതല്ലെങ്കിൽ അവർക്ക് എന്താണ് അതിനെ കുറിച്ച് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കോ, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തി ഇല്ലേ, ഒരു പേടി മാറ്റാൻ സാധിക്കില്ല ഡോക്ടർ മോട്ടിവേഷൻ നൽകും അല്ലെ. അപ്പൊ നോക്കിയേ അതിന് എന്ത് വേണം, അങ്ങനെ മോട്ടിവേഷൻ കൊടുക്കണം. അവർക്ക് എന്താണ് സൈക്കോളജിക്കലി ആയിട്ട് അവരായിട്ട് മൂവ് ചെയ്യുക അല്ലെ, അവരായിട്ടൊന്ന് സംസാരിക്കുക. അപ്പൊ അതിനു വേണ്ടി എന്ത് വേണം, ആ ഡോക്ടറും ആ പേഷ്യൻസും തമ്മിൽ ഒരു റിലേഷൻ വേണ്ടേ? നോക്കിയേ practitioners who spend a few minutes engaging with the patients before starting their clinical treatment help set up a sense of trust with their patients. പേഷ്യൻസിന്റെ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ പേഷ്യന്റിനോട് ഡോക്ടർ എന്ത് ചെയ്യാം, ഒന്ന് സംസാരിക്കുക അല്ലെ, ജനറൽ ആയിട്ട് ഒന്ന് സംസാരിക്കുക. കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ എന്താണ് ആ പേഷ്യൻസിന് ആ ഡോക്ടറോട് ട്രസ്റ്റ് വരികയാണ് അല്ലെ, ഒരു വിശ്വാസം വരുമോ? നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നമ്മളോട് ഒരുപാട് സംസാരിക്കുന്ന ഒരു ഡോക്ടർ, നമ്മളോട് എല്ലാ വീട്ടിലെ വിശേഷങ്ങൾ ചോദിക്കുക, നമ്മളെ കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷൻസും ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് ചോദിക്കുക, അങ്ങനെ ഒരു ഡോക്ടറെ നമുക്ക് ഇഷ്ടമായിരിക്കോ? ഒരുപാട് സംസാരിക്കുന്ന അല്ലേ അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, ആ ഡോക്ടർ അവിടെ ആ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം, ആ രോഗിയുമായിട്ട് നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം നടത്തുന്നത് ആ രോഗിക്ക് ആ ഡോക്ടറോടൊരു വിശ്വാസം ട്രസ്റ്റ് വരാനായി കാരണമാകുന്നു. നെക്സ്റ്റ് അപ്പൊ എന്ത് ചെയ്യും, അവിടെ ആ ഫിയർ മാറ്റാൻ സാധിക്കോ, റെഡ്യൂസ് ചെയ്യാൻ സാധിക്കോ? അങ്ങനെ ആ ഡോക്ടറിൽ വിശ്വാസം വരികയാണ്, ആ ഡോക്ടറും ആ പേഷ്യൻസും തമ്മിൽ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ ആ രോഗിയുടെ പേടി കുറയോ? അപ്പൊ എന്താണ്, ബൈ റെഡ്യൂസിങ് ദെയർ പേഷ്യൻസ് ഫിയർ ഏർലി ഓൺ. അപ്പൊ എന്താണ്, അപ്പൊ ആ പേഷ്യൻസിന്റെ പേടി നമുക്ക് നേരത്തെ തന്നെ അല്ലെ കുറയ്ക്കാനായി സാധിക്കുന്നു. ദീസ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ മേക്ക് ഷുവർ ദാറ്റ് ദെയർ പേഷ്യൻസ് ആർ സ്ട്രെങ്തൻ. അപ്പൊ എന്താണ്, ആ ഡോക്ടർക്ക് മനസ്സിലാവാണ് അവരുടെ രോഗി സ്ട്രെങ്തൻ ആയിട്ടുണ്ട്, അവര് എന്താണ് ഇപ്പൊ അവർക്ക് ഒരു മാനസികാരോഗ്യം അല്ലെ, അവരെന്താണ് ഒന്ന് സ്ട്രെങ്തൻ ആയിട്ടുണ്ട്, എന്ത് പറഞ്ഞാൽ അവർക്ക് ചെയ്യാനുള്ള ഒരു മാനസിക നിലയിൽ എത്തിയിട്ടുണ്ടെന്ന് ഡോക്ടർക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യാണ്, വിത്ത് ദ ഇൻഫോർമേഷൻ ദേ റിക്വയർ ടു ടേക്ക് ചാർജ് ഓഫ് ദെയർ ഓൺ ഹെൽത്ത്. ആ പേഷ്യൻസിന്റെ ഹെൽത്ത് കൈകാര്യം ചെയ്യാനായിട്ട് ആ ഡോക്ടർക്ക് അവരെ തന്നെ ഏൽപ്പിക്കാനായി, ചാർജ് കൊടുക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ?
പേഷ്യൻസിനോട് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തി അവരുടെ പേടി മാറ്റാം. അപ്പൊ എന്ത് ചെയ്യാണ്, ആ പേടി മാറ്റുന്നതിലൂടെ അവരെന്താണ്, അവര് ഫിയർ റെഡ്യൂസ് ചെയ്യാനും അവരെ കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് അല്ലെ, എന്ത് ചെയ്യാനുള്ള ഒരു മാനസിക ധൈര്യം അവർക്ക് കൊടുക്കാനായി സാധിക്കുന്നു. അതുവഴി എന്താണ്, അവരെ ഹെൽത്തിനെ കുറിച്ചുള്ള അവരെന്താണ് സെൽഫ് കെയർ ഇൻസ്ട്രക്ഷൻസ് അല്ലെ, സ്വയം പരിചരണം പോലെയുള്ള കാര്യങ്ങൾ എന്താണ് ആ ഡോക്ടർക്ക് ആ പേഷ്യൻസിനെ തന്നെ ഏൽപ്പിക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ്, മേക്ക് ഇറ്റ് പേഴ്സണൽ. എങ്ങനെയുള്ള ഒരു കെയർ ആയിരിക്കണം പേഷ്യൻസിന് കിട്ടേണ്ടത്? ഇൻഡിവിജ്വലൈസ്ഡ് അല്ലെ, ആണോ? വ്യക്തിഗത പരിചരണമല്ലേ കിട്ടേണ്ടത്? നമുക്കറിയാം ഹോസ്പിറ്റലിൽ പല പേഷ്യൻസ് വരുന്നതാണ് അല്ലെ, പല ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും. എല്ലാവരും ഒരേപോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളായിട്ടാണോ വരുന്നത്? പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും അല്ലെ. അപ്പൊ എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ ട്രീറ്റ്മെന്റുകളായിരിക്കും അല്ലെ ആവശ്യം. അപ്പൊ എന്ത് ചെയ്യുക, ഇൻഡിവിജ്വലൈസ്ഡ് പേഴ്സണൽ കെയർ കൊടുക്കുക അല്ലെ. നോക്കിയേ, healthcare professionals who try to keep eye contact with their patients rather than vaguely looking at computer screens and charts display their dedication to the patients. And പേഷ്യൻസ് ഹോസ്പിറ്റലിൽ ഡോക്ടർ റൂമിലേക്ക് വരുമ്പോ അവര് തമ്മിൽ ഒരു ഐ കോണ്ടാക്ട് നിലനിർത്തി സംസാരിക്കുക അല്ലെ, കമ്മ്യൂണിക്കേഷൻ നടത്താം. അതല്ല, ഡോക്ടർ പേഷ്യന്റിന്റെ മുഖത്ത് നോക്കാതെ അവരുടെ മുമ്പിലിരിക്കുന്ന സ്ക്രീനിലേക്ക് നോക്കാം, അതല്ലെങ്കിൽ അവരുടെ മുമ്പിലിരിക്കുന്ന ചാർട്ടിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പേഷ്യൻസിന് അത് തൃപ്തി ഉണ്ടാക്കോ അവര് പറയുന്ന കാര്യത്തില്? നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, പകുതി അസുഖങ്ങൾ നമ്മ മുഴുങ്ങിക്കളയും അല്ലെ, പറയാൻ നമുക്കൊരു മടി തോന്നില്ലേ ഡോക്ടർ നമ്മളെ ശ്രദ്ധിക്കാതിരിക്കുമ്പോ? ആണോ? ഇപ്പൊ ഒരു ഡോക്ടറെ അടുത്ത് നമ്മൾ ചെന്നിരിക്കുകയാണ്, ഡോക്ടർ കൺസൾട്ടേഷൻ റൂമിൽ ചെന്നിരുന്ന് ഡോക്ടർ നമ്മളോട് പറയും അവിടെ ഇരിക്കില്ലേ, ആ പേഷ്യന്റ് ഇരിക്കേണ്ട ആ സ്പേസ് കാണിച്ചു തന്നിട്ട് പറയണം അവിടെ ഇരിക്കുക, എന്താണ് വിവരം എന്ന് ചോദിച്ചിട്ട് നമ്മ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച്, നമ്മുടെ പ്രോബ്ലം ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഡോക്ടർ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നമുക്ക് അത് തൃപ്തി ഉണ്ടാക്കോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം, ആ ഡോക്ടർ എന്താണ് ആ പേഷ്യന്റുമായി ഒരു ഐ കോണ്ടാക്ട് അല്ലെ, അവരെ നേരെ നോക്കി കാണട്ടെ, അവര് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതെന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേ ദെയർ ഡെഡിക്കേഷൻ ടു ദി പേഷ്യൻസ് അല്ലെ. അപ്പൊ എന്താണ്, ആ ഡോക്ടർക്ക് അവരോടുള്ള ഡെഡിക്കേഷൻ അല്ലെ, അവരുടെ ആ ജോലിയോടുള്ള ഡെഡിക്കേഷൻസ് പേഷ്യൻസിന് മനസ്സിലാക്കാനായി സാധിക്കുന്നു അല്ലെ. അർപ്പണബോധം അല്ലെ. അല്ലെങ്കിൽ നമ്മ പറയാറില്ലേ, ആ ഡോക്ടർ ശ്രദ്ധിക്കുന്നില്ലേ, നമ്മ പറയാറില്ലേ ആ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് ഒരു തൃപ്തിയും തോന്നുന്നില്ല അല്ലെ, കറക്റ്റ് രീതിയിൽ ചെക്കപ്പ് ഒക്കെ ചെയ്യാണ്ട് വെറുതെ കുറെ മെഡിസിൻ എഴുതി തന്നു അല്ലെ, പറയാറുണ്ടോ നിങ്ങൾ? ഇപ്പൊ എന്ത് ചെയ്യാം, ഈ രോഗീനെ നോക്കി അവര് പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ആള് കേട്ട് അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം അല്ലെ. ഇതെന്ത് ചെയ്യുന്ന രോഗിക്ക് ഡോക്ടറോട് ഒരു ട്രസ്റ്റ്, വിശ്വാസം വരാനായി കാരണമാകുന്നു. Some practitioners may select to have a medical scribe in the room for this very reason, which allows them to listen with their eyes while the scribe take notes. നമ്മൾ കണ്ടിട്ടില്ലേ ചില ഹോസ്പിറ്റലിൽ പോകുമ്പോ അവിടുത്തെ ഡോക്ടർ എന്താണ് അവരുടെ ജൂനിയർസിനെ അല്ലെങ്കിൽ അസിസ്റ്റന്റിനെ ഇരുത്തിയിട്ടുണ്ടാവും അല്ലെ, നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ട്, ഈ പേഷ്യൻസ് പറയുന്ന കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. കണ്ടിട്ടുണ്ടോ അത്? അതല്ലെങ്കിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻ ജൂനിയർ ഡോക്ടേഴ്സ് ആയിരിക്കും എഴുതി കൊടുക്കുന്നത് അല്ലെ, ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, അപ്പൊ അതെന്ത് ചെയ്യാം, ആ പേഷ്യൻസ് പറയുന്ന കാര്യങ്ങൾ ഈ ഡോക്ടർക്ക് വേറെ ഒരു ജോലിയും ചെയ്യണ്ടല്ലോ, വേറെ എന്തെങ്കിലും ചെയ്യണോ ഡോക്ടർക്ക്? എഴുത വേണ്ട അല്ലെ, ഡോക്ടർ പേഷ്യൻസ് പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യണ്ട, അതൊക്കെ ആര് നോട്ട് ചെയ്തോളും? സ്ക്രൈബ് നോട്ട് ചെയ്തോളൂ അല്ലെ, ജൂനിയർ ഡോക്ടേഴ്സോ അതല്ലെങ്കിൽ ഹൗസ് സർജൻസി ചെയ്യുന്ന ഡോക്ടേഴ്സ് ഒക്കെ നോട്ട് ചെയ്തോളും. ഡോക്ടർ എന്ത് ചെയ്യാം, ഈ പേഷ്യൻസുമായി ഐ കോണ്ടാക്ട് നിലനിർത്തി അവരെ ലിസൺ വിത്ത് ദെയർ ഐസ് അല്ലെ, അവരെ കണ്ണിൽ നോക്കി അവര് പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ കേട്ട് അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ക്ലിയർ ആയോ അത്?
Saying a patient's name also help individualize and personalize the patient experience. Like this asking question like what matter to you. ഇപ്പൊ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് ഡോക്ടേഴ്സ് നമ്മളുടെ അടുത്ത് പേരെടുത്ത് വിളിച്ച് ചോദിക്കാറുണ്ടോ? ശ്രീലക്ഷ്മി, ഇപ്പൊ ശ്രീലക്ഷ്മി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഡോക്ടർ കാണുമ്പോ ചോദിക്കാണ്, ശ്രീലക്ഷ്മി പറ എന്താ പ്രോബ്ലംസ്, എന്താ വന്നേന്ന് ചോദിക്കാറുണ്ടോ? ഇല്ല അല്ലെ? പക്ഷെ എന്ത് ചെയ്യുക, അങ്ങനെ പേരെടുത്ത് വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ ആ ട്രീറ്റ്മെന്റ് എങ്ങനെയാകും? ഒരു ഇൻഡിവിജ്വലൈസ് ആണോ? ഇൻഡിവിജ്വലൈസ് ചെയ്യും അല്ലെ? വ്യക്തിഗതമാക്കുമോ? നമ്മ അറിയാത്ത ഒരാളുടെ അടുത്ത് പോയി കണ്ട്, നമുക്ക് ഒട്ടും പരിചയമില്ല, ഒരാളുടെ അടുത്ത് പോയി നമ്മൾ പേരെടുത്ത് വിളിച്ച് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാല് നമുക്കൊരു കോൺഫിഡൻസ് വരില്ലേ അവരുടെ അടുത്ത് എന്തെങ്കിലും പറയാനായിട്ട്? കിട്ടാറുണ്ടോ അങ്ങനെ? ഇല്ലേ? അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് ആ ഡോക്ടർ അവരെ മുമ്പിലിരിക്കുന്ന പേഷ്യൻസിനോട് അവരെ പേരെടുത്ത് വിളിച്ച് അവരെ പ്രോബ്ലംസ് ചോദിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി എന്താണ് ഇൻഡിവിജ്വലൈസ് ചെയ്യാനായിട്ടും പേഴ്സണലൈസ് ചെയ്യാനായിട്ടും സാധിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് എഡ്യൂക്കേറ്റ് ദ പേഷ്യൻസ്. വേണോ എഡ്യൂക്കേഷൻ? രോഗിയെ ബോധവൽക്കരിക്കണോ? രോഗിക്ക് വേണ്ട അറിവ് കൊടുക്കണോ അവരെ ഹെൽത്ത് കണ്ടീഷൻസിനെ കുറിച്ച് അല്ലേ? അവരുടെ അസുഖത്തെ കുറിച്ച് അല്ലേ? അവർക്ക് അവർ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ പേഷ്യൻസിനോട് പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പൊ എന്ത് ചെയ്യാം? എഡ്യൂക്കേറ്റ് ദ പേഷ്യൻസ്. Receiving a no diagnosis or an update to an existing ones can be fearsome. എന്താണ്? പേഷ്യൻസിന് പുതിയ രോഗനിർണയം നടത്തുക, അല്ലെങ്കിൽ അവരിപ്പോ നിലവിലെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന നിലവിലെ ചെയ്യുന്ന ട്രീറ്റ്മെന്റുകളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തുന്നതൊക്കെ പേഷ്യൻസിന്റെ പേടിയായിരിക്കും അല്ലെ? ഇപ്പൊ നേരത്തെ മിസ് പറഞ്ഞ മെഡിസിൻ, ഷുഗർ പേഷ്യൻസ് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ് ആണ്. അപ്പൊ അവർക്ക് എന്താണ്, 2 മെഡിസിൻ ഒക്കെ കഴിച്ചിട്ടും നമുക്ക് അവർ ഷുഗർ ലെവല് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? ഇൻസുലിൻ കൊടുക്കാറുണ്ടോ? ഇൻസുലിൻ റെഫർ ചെയ്യും അല്ലെ? അപ്പൊ അവർക്ക് ആദ്യം അത് അക്സെപ്റ്റ് ചെയ്യാൻ പേടിയായിരിക്കില്ലേ? ഫിയർ ആയിരിക്കില്ലേ? അതെങ്ങനെ കുത്തിവെക്കണം അല്ലെ? അതെങ്ങനെ ഇൻജെക്ട് ചെയ്യണം അല്ലെ? അവർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡോസ് കൂടി പോകും അല്ലെ? അത് ചെയ്തത് കൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും ഇല്ലേ? അങ്ങനെയൊക്കെ ഒരു പേടി ഉണ്ടാവില്ലേ പേഷ്യൻസിന്? ഉണ്ടാവോ? അപ്പൊ എന്താ? എക്സിസ്റ്റിംഗ് വൺസ് ക്യാൻ ഫിയർ, അതായത് അവരെ നിലവിലുള്ള ചികിത്സാ രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ പുതിയൊരു ഡയഗ്നോസിസ് രോഗനിർണയം നടത്താം. ഇപ്പൊ ചില ഹോസ്പിറ്റലിൽ നമുക്ക് ഈ ബയോപ്സി എന്തെങ്കിലും ഒരു തടിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞിട്ട് ബയോപ്സി കഴിക്കാറുണ്ടോ? ആ ബയോപ്സിയുടെ റിസൾട്ട് കിട്ടുന്നത് വരെ ആ പേഷ്യൻസ് എങ്ങനെയായിരിക്കും? ഭയങ്കര സ്ട്രെസ് ആയിരിക്കും അല്ലെ? അവർക്ക് റിസൾട്ട് എങ്ങനെയായിരിക്കും അല്ലെ? പോസിറ്റീവ് ആവോ നെഗറ്റീവ് ആവോ അല്ലെ? ചിലപ്പോ അവർക്ക് ആ റിസൾട്ട് വരുന്ന വരെയും ഉറക്കവും ഭക്ഷണം ഒന്നും ഉണ്ടാവില്ല അല്ലെ? അപ്പൊ എന്താ? പുതിയൊരു രോഗനിർണയം നടത്തുക, അതല്ലെങ്കിൽ നിലവിലുള്ള അവരുടെ ചികിത്സയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ അപ്ഡേഷൻസ് വരുത്തുന്നത് രോഗിയെ പേടി ഉണ്ടാക്കുന്നു. Use of non-medical language and teach-back method help improve communication and increase the patient grasping of their health conditions. എന്താണ്? അപ്പൊ രോഗിനോട് എങ്ങനെ പറഞ്ഞു കൊടുക്കുക അതിനെ കുറിച്ച്? നോൺ മെഡിക്കൽ ലാംഗ്വേജിൽ അല്ലെ? മെഡിക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കാതെ അല്ലെ? ഇപ്പൊ പേഷ്യൻസിന് അസുഖത്തിന്റെ അബ്രീവിയേഷൻ ഉപയോഗിക്കുകയാണ്. അവർ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സിനെ കുറിച്ച് മെഡിക്കൽ ലാംഗ്വേജിലൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് പേഷ്യൻസിന് മനസ്സിലാകോ? ക്ലിയർ ആവോ അവർക്ക്? ഇല്ല അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം ഡോക്ടർ? നോൺ മെഡിക്കൽ ലാംഗ്വേജ് അല്ലെ സാധാരണ ഉപയോഗിക്കുന്ന പേഷ്യൻസിന്റെ ഇടയിൽ പേഷ്യൻസ് ഉപയോഗിക്കുന്ന ഭാഷയില് പറഞ്ഞു കൊടുക്കുക, നോൺ മെഡിക്കൽ ലാംഗ്വേജില്. ആൻഡ് ടീച്ച് ബാക്ക് മെത്തേഡ് അറിയോ? ടീച്ച് ബാക്ക് മെത്തേഡ് എന്ന് പറഞ്ഞാല്
ആ രോഗിയെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പൊ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്തിട്ടോ അതല്ലെങ്കിൽ ഈ ഡോക്ടർ കണ്ടെത്തിയ കാര്യങ്ങൾ ആ രോഗിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ന ഹെൽത്ത് കണ്ടീഷൻ ആണ്, ഇന്ന പ്രോബ്ലംസ് ഉണ്ട്, ഇന്ന മരുന്നുകൾ കഴിക്കണം, ഇന്ന പ്രൊസീജിയേഴ്സ് ചെയ്യണം എന്നൊക്കെ ഈ പേഷ്യന്റിനോട് ഡോക്ടർ പറഞ്ഞു കൊടുക്കും. അപ്പൊ ആ പേഷ്യൻസ് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ഡോക്ടർ പറഞ്ഞതിൽ നിന്ന്. അപ്പൊ ആ പേഷ്യന്റ് മനസ്സിലാക്കിയ കാര്യം തിരിച്ച് ഡോക്ടറുടെ അടുത്ത് പറയും. അപ്പൊ അതിലെന്തെങ്കിലും ചേഞ്ചസ് വരാലോ ഡോക്ടർ ഈ പേഷ്യന്റ് മനസ്സിലാക്കിയതില് വരുമോ? പ്രൊസീജിയറിനെ കുറിച്ചാകാം, ടെസ്റ്റുകളെ കുറിച്ചാവാം, അവരെ ഹെൽത്ത് കണ്ടീഷൻസിനെ കുറിച്ചാവാം അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും ആ പേഷ്യന്റിനോട് ഡോക്ടർ കറക്റ്റ് ആയിട്ട് ശരിക്കും എന്താണ് കറക്റ്റ് ഇൻഫോർമേഷൻസ് പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് ടീച്ച് ബാക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ മിസ് സോറി മേക്ക് ഇറ്റ് പേഴ്സണൽ എന്നുള്ള ആ പാരഗ്രാഫ് പറഞ്ഞു തന്നില്ലേ. അപ്പൊ ഈ മിസ് ഇപ്പൊ പറഞ്ഞു തന്നു. എന്നിട്ട് മിസ് ചോദിക്കാണ് വിഷ്ണുപ്രിയ പറയും എന്താണ് മനസ്സിലായത് നോക്കിയോളോ. മേക്ക് ഇറ്റ് പേഴ്സണൽ, അതിൽ എന്താ വിഷ്ണുപ്രിയക്ക് മനസ്സിലായത് നോക്കുമ്പോ എന്ത് ചെയ്യും വിഷ്ണുപ്രിയക്ക് മനസ്സിലായ കാര്യം മിസ്സിന്റെ അടുത്ത് പറയൂ അല്ലേ അല്ലേ. ചിലപ്പോ അതിലെന്തുണ്ടാവും, അതിൽ ചിലപ്പോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണ്ടി വരാം, അതിലെന്തെങ്കിലും ചിലപ്പോ മിസ്റ്റേക്കുകൾ ഉണ്ടാവാം അല്ലെ വിഷ്ണുപ്രിയ മനസ്സിലാക്കിയതില്ല. അപ്പൊ അത് മിസ് എന്ത് ചെയ്യും, കറക്റ്റ് ചെയ്ത് കൊടുക്കും, വിഷ്ണുപ്രിയക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കും. അതിനെയാണ് ടീച്ച് ബാക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി എവിടെ ചോദിച്ചാലും പറയണം കേട്ടോ ടീച്ച് ബാക്ക് മെത്തേഡ് എന്താണെന്ന്. അപ്പൊ അങ്ങനെ ടീച്ച് ബാക്ക് മെത്തേഡിലൂടെ നോൺ മെഡിക്കൽ ലാംഗ്വേജിലൂടെ എന്താണ് പേഷ്യൻസും ആ ഡോക്ടറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുക. കൂടാതെ എന്താണ് പേഷ്യൻസിന് അവരുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് ഗ്രാസ്പ് ചെയ്യാനും അല്ലെ മനസ്സിലാക്കാനും സാധിക്കുന്നു. ക്ലിയർ ആയതാ? Provide patients with the written documentation that they can take home with them is also of importance and will help further lessen feelings of confusion or unease. ഇപ്പൊ ഹോസ്പിറ്റലില് നമുക്ക് എന്തെങ്കിലും സർജറി ചെയ്യാം, അതല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരാറുണ്ടോ, റിട്ടൺ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഡയറ്റിനെ കുറിച്ച് അല്ലെ. രാവിലെ നമ്മ ഏതൊക്കെ ഭക്ഷണം കഴിക്കണം അല്ലെ, നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം ഉണ്ടോ, തരാറുണ്ടോ? കിട്ടിയിട്ടുണ്ടോ ആർക്കെങ്കിലും അങ്ങനെ? ഉണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനെ? അങ്ങനെ കൊടുക്കാറുണ്ട് പേഷ്യൻസിന്. ചില പേഷ്യൻസിന് അവരെ സർജറി ചെയ്തിട്ടോ അതല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് ഇഷ്യൂസിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ അല്ലെ, അതല്ലെങ്കിൽ ചില പേഷ്യൻസിന് കൊടുക്കാറുണ്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ. അപ്പൊ അതെന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരെ കൺഫ്യൂഷൻസ് കുറക്കുന്നുണ്ടോ, അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് കറക്റ്റ് ആയിട്ട് അവർക്ക് ഒരു ഐഡിയ കിട്ടല്ലേ. വീട്ടിൽ ചെന്നിട്ട് അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെ, എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം അല്ലെ, എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു കറക്റ്റ് ഐഡിയ കിട്ടുന്നില്ലേ ആ ഹോം കെയർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതിലൂടെ, ഡോക്യുമെന്റേഷൻ കൊടുക്കുന്നതിലൂടെ. ഇത് അവരുടെ എന്താണ് കൺഫ്യൂഷൻ കുറയ്ക്കുകയും അവരുടെ ജോലി എളുപ്പമാക്കുകയും ഈസാക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആയോ? Next, generate a positive patient experience by teaching the patient about their health and how to measure it. അല്ലെ, എന്താണ് പേഷ്യൻസിന്റെ എന്താണ് അവരെ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ, ടീച്ച് ചെയ്ത് കൊടുക്കുന്നത് അവർക്ക് എങ്ങനെയാണ് മെച്ചുവേർഡ് ആയിട്ട് അല്ലെ, പക്വതയോടെ കൂടി എങ്ങനെ നേരിടാം എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ലേ? ഉണ്ടോ? ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ മിക്ക ഡോക്ടേഴ്സ് എന്ത് ചെയ്യും, പേഷ്യൻസിനെ ഇപ്പൊ ക്യാൻസർ അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നേരിട്ട് ആ രോഗിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാറുണ്ടോ, പറയാറുണ്ടോ ഇല്ലേ? പറഞ്ഞു കൊടുക്കാറില്ലേ? ഇപ്പൊ പറയാറുണ്ട്, നേരിട്ട് ഡോക്ടറുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് മെച്യൂർ ആയിട്ട് അതിനെ നേരിടാൻ വേണ്ടി. ആ പേഷ്യൻസിന് ഒരു മാനസിക ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ എന്തിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക്. ആണോ? അത് അവർക്ക് എന്താ വേണ്ടത്? മെഡിസിനും
ഒക്കെയാണ് വേണ്ടത്. ഒരു മാനസിക ധൈര്യം വേണം. എന്ത് വന്നാലും അതിനെ നേരിടാൻ പറ്റൂല്ലേ? റിക്കവർ ചെയ്യാൻ പറ്റുന്നുള്ള ധൈര്യം വേണ്ടി അവർക്ക് മനസ്സിന് വേണോ? അപ്പൊ എന്ത് ചെയ്യണം? പേഷ്യൻസിന് എന്താണ് അവരുടെ ഹെൽത്ത് കണ്ടീഷൻസിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? അവർക്ക് അതിനെ പക്വതയോടുകൂടി അല്ലെ, അസുഖത്തെ പക്വതയോടുകൂടി എങ്ങനെ നേരിടാമെന്നും കൂടാതെ എന്താണ് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് പോസിറ്റീവ് ആക്കാനും സാധിക്കുന്നു. നെക്സ്റ്റ് ഹെൽപ്പിംഗ് ദ പേഷ്യന്റ്. കൂടാതെ എന്താണ് helping the patient understand how their body works and by making certain choices can enhance or detract from their health gives them informed agency of their bodies. കൂടാതെ എന്താണ് അത് പേഷ്യൻസിന് അവരുടെ ബോഡിയുടെ വർക്സിനെ കുറിച്ച് എങ്ങനെയാണ് ബോഡി വർക്ക് ചെയ്യുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നു. കൂടാതെ എന്താണ് അവരെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്താണ് സർട്ടൻ ചോയ്സസ് അല്ലെ, ചില തെരഞ്ഞെടുപ്പുകൾ നടത്തിയത് അവരുടെ അസുഖം കുറയ്ക്കാനോ അല്ലെങ്കിൽ മെച്ചപ്പെടുത്താനോ കാരണമാകുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കാനും സാധിക്കും. അവരോട് ഇൻഫോം ചെയ്യാനും ഏജൻസി അതായത് ഹോസ്പിറ്റലുകാർക്ക് സാധിക്കുന്നു. എന്ന് വെച്ചാല് സർട്ടൻ ചോയ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും മിസ്റ്റർ എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഹാർട്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു എന്ത് ചെയ്യാ അവരാദ്യം നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടുതലുണ്ട്, ഹാർട്ടിന് ഭയങ്കര വേദനയുണ്ട്, എന്ത് ചെയ്യും? ആദ്യം തന്നെ അവർ ECG എടുക്കും അല്ലെ? ECG എടുക്കോ? ആണോ? ECGയിൽ എന്തെങ്കിലും വേരിയേഷൻ കണ്ടു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും? എക്കോ എടുപ്പിക്കും അല്ലെ? എക്കോ ടെസ്റ്റ് ചെയ്യും. എക്കോ ടെസ്റ്റിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും? ആൻജിയോഗ്രാം ചെയ്യും. ആണോ? നെക്സ്റ്റ് ഫർദർ സ്റ്റെപ്പ് ആണ് കേട്ടോ, ആൻജിയോഗ്രാം ചെയ്യും. ഇപ്പൊ ആൻജിയോഗ്രാമിൽ കാണാണ് 2 or 3 ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ എന്താ ചെയ്യുന്നത്? ആൻജിയോപ്ലാസ്റ്റി ചെയ്യും അല്ലെ? ആൻജിയോപ്ലാസ്റ്റി ആണ് അപ്പൊ അതല്ല മേജർ ആയിട്ടുള്ള ബ്ലോക്കുകളാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? മേജർ ആയിട്ടുള്ള ബ്ലോക്കുകളാണ്, 3 or 4 ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അവർ ഓപ്പൺ സർജറി ചെയ്യും അല്ലെ? ബൈപ്പാസ് സർജറി. ഇതെന്താണ്? ഒരു പേഷ്യൻസിന്റെ ഹെൽത്തിനെ കുറിച്ച് എടുക്കുന്ന ചോയ്സസ് അല്ലേ? അവർക്ക് ആവശ്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് എടുത്താണ് അല്ലെ? അവരെ ഹെൽത്ത് ബെറ്റർ ആക്കാൻ വേണ്ടിയുള്ള ചോയ്സസ് അല്ലേ ഇത്? ECG എടുക്കുക, എക്കോ ചെയ്യുക അല്ലെ, ആൻജിയോഗ്രാം ചെയ്യാൻ. അപ്പൊ എന്താണ് അവരുടെ ഹെൽത്തിനെ കുറിച്ച് എന്താണ് ആ ഏജൻസി അതായത് ആ ഹോസ്പിറ്റലില് ചില തെരഞ്ഞെടുപ്പുകൾ നടത്തിയതിൽ ഇങ്ങനെയുള്ള ചോയ്സസ് എടുത്തത് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനോ അല്ലെങ്കിൽ അവരുടെ രോഗം കുറയ്ക്കാനോ കാരണമാകുമെന്ന് അവർക്ക് മനസ്സിലാകാനായി സാധിക്കുന്നു. ക്ലിയർ ആയതാ? ഡോക്ടർ ഇപ്പൊ ആൻജിയോഗ്രാം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർ ശരിക്കും കാണിച്ചു തരാറുണ്ടോ? CD ഇട്ടൊക്കെ കാണിച്ചു തരും അല്ലെ? ഇതൊക്കെയാണ് ബ്ലോക്കുകൾ അല്ലെ? ഇതൊക്കെയാണ് ബ്ലോക്കുകൾ, ഇത് ഇത്ര പെർസെന്റേജ് ഉണ്ട് അല്ലെ? അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഡോക്ടർ ആ പേഷ്യൻസിന് ഒരു അറിവ് കൊടുക്കാണ് അല്ലെ, എഡ്യൂക്കേഷൻ കൊടുക്കാണ്. അപ്പൊ അവർക്ക് അതിന്റെ എന്താണ് അവരുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് ആ പേഷ്യൻസിന് മനസ്സിലാകാനായി സാധിക്കുന്നു. ഓക്കെ അല്ലേ? They feel like the hospital is their partner in health instead of another person telling them what they should be done differently. നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ വ്യത്യസ്തമായി എന്ത് ചെയ്യണമെന്ന് മറ്റൊരാൾ പറയുന്നത് നോക്കാതെ നമ്മൾ ആരെയാണ് ആശ്രയിക്കുന്നത്? നേരെ എങ്ങോട്ടാ പോകുന്നത്? നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഹോസ്പിറ്റലിലേക്ക് അല്ലെ? ഹോസ്പിറ്റലിലേക്കല്ലേ? അപ്പൊ എന്താണ് നമ്മള് ഹോസ്പിറ്റലുകാരെ നമ്മൾ എന്താണ് ആരോഗ്യത്തിന്റെ ഹെൽത്തിന്റെ പങ്കാളികളാണെന്ന് നമുക്ക് തോന്നുകയാണ് അല്ലെ? നമുക്ക് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ അസുഖങ്ങൾ മാറും അല്ലെ? നമുക്ക് ക്വാളിറ്റിയുള്ള കെയർ കിട്ടും അല്ലെ? നമ്മുടെ ലൈഫ് നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നല്ലേ? അപ്പൊ എന്താ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നമ്മ ഹോസ്പിറ്റലുകാരെ എന്താണ് നമ്മുടെ പങ്കാളികളായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ക്ലിയർ ആയത്? Next, ensure cleanliness.
ഒരു ഹോസ്പിറ്റലിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്, എല്ലാ ഫെസിലിറ്റീസും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷെ വൃത്തിയില്ല, സേഫ്റ്റി ഇല്ല, പേഷ്യൻസിന്റെ സേഫ്റ്റി ഇല്ല. ആ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് വല്ല കാര്യമുണ്ടോ നമ്മ ആ കെയർ കിട്ടാൻ വേണ്ടി? ഇല്ല അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം ഹോസ്പിറ്റലുകാര്? ഹോസ്പിറ്റലിന്റെ എല്ലാ ഏരിയാസിലും ക്ലീൻ ആയിരിക്കണം അല്ലെ, സാനിറ്റേഷൻ പ്രവർത്തനങ്ങൾ നടത്തണ്ടേ, ശുചീകരണ പ്രവർത്തനങ്ങള് ണോ? അപ്പൊ നോക്കിയാൽ അതിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയപ്പോ മിസ് പറഞ്ഞത് തന്നെയാണ്. No patients need to receive care in a situation that doesn't feel safe and sanitary. അല്ലെ, സുരക്ഷിതത്വവും ശുചിത്വവും ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു രോഗിക്കും എന്താണ് കെയർ അല്ലെ, പരിചരണം കിട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല അല്ലെ. കാര്യമുണ്ട് അവർക്ക്, ചിലപ്പോ അവര് പോയ അസുഖത്തിന് അല്ലാണ്ട് വേറെ അസുഖത്തിന്റെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും അല്ലെ. ഹലോ, കേൾക്കാമോ മിസ് പറയുന്നത്? കേൾക്കാമോ? ഓക്കെ. എന്താണ് ഒരു ഹോസ്പിറ്റലിൽ ക്ലീൻ ഇല്ല, സേഫ്റ്റി ഇല്ല, സുരക്ഷിതത്വം ഇല്ലെങ്കിൽ നമുക്ക് ഒരു അസുഖത്തിന് ട്രീറ്റ്മെന്റ് പോയതിന് പകരം നമുക്ക് വേറെ അസുഖങ്ങളോടും വരും അല്ലെ, ഇൻഫെക്ഷൻസ് അല്ലെ. ശുചിത്വം ഇല്ലെങ്കിൽ എന്ത് വരും? മറ്റുള്ള ഇൻഫെക്ഷൻസ് ആ പേഷ്യൻസിന്റെ പിടികൂടും അല്ലെ. ഹോസ്പിറ്റലൊക്കെ ഒരു ഇൻഫെക്ഷൻ ഒക്കെ പഠിച്ചില്ലേ? അപ്പൊ എന്താണ് ഒരു ഹോസ്പിറ്റലില് ശുചിത്വം, സാനിറ്റേഷൻ ഇല്ല, അതല്ലെങ്കിൽ അതേപോലെ സേഫ്റ്റി, സുരക്ഷിതത്വം ഇല്ലെങ്കിൽ എന്താണ് അവിടെ നിന്ന് ആ പേഷ്യൻസിന് എന്ത് കെയർ കൊടുത്തിട്ടും യാതൊരു കാര്യവുമില്ല അല്ലെ, യാതൊരു പരിചരണവും ലഭിക്കേണ്ടതില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? പ്രാക്ടീസിങ് സാനിറ്റേഷൻ ഇൻ ഓൾ ഏരിയാസ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ഹോസ്പിറ്റലിന്റെ എല്ലാ ഏരിയാസും എല്ലാ വിഭാഗത്തിലും എന്തില്ല സാനിറ്റേഷൻ പ്രവർത്തനങ്ങൾ അല്ലെ, ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുക. ഫ്രം ദ വെയിറ്റിംഗ് റൂം ടു ദി ഫിസിഷ്യൻ ഓഫീസ് അല്ലെ, വെയിറ്റിംഗ് റൂം മുതൽ ഫിസിഷ്യന്റെ ഡോക്ടേഴ്സിന്റെ റൂം വരെ, ഓഫീസ് വരെയും എന്താണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണം. ഇത് എന്ത് ചെയ്യുന്നു? ഹെൽപ്സ് സേഫ് ഗാർഡ് പേഷ്യൻസ് ആൻഡ് പുട്ട് ദം അറ്റ് ഈസ് അല്ലെ, ഇത് രോഗികളെ സുഖപ്പെടുത്താനും അവരെ സുരക്ഷിതരാക്കാനും സഹായിക്കുന്നു. ക്ലിയർ ആയില്ലേ? അത് സിമ്പിൾ ആണ്. ക്ലിയർ ആയില്ലേ ഇത്? നെക്സ്റ്റ് അപ്ഗ്രേഡ് ഔട്ട്ഡേറ്റഡ് സിസ്റ്റം. നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഒരുപാട് അപ്ഗ്രേഡേഷൻ വന്നു അല്ലെ. അപ്ഡേഷൻസ് വന്നോ?
ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം പഠിച്ചപ്പോ മനസ്സിലായി എന്താണ് നമുക്ക് നമ്മുടെ അപ്പോയിന്റ്മെന്റ്സുകൾ അല്ലെ, നമ്മുടെ ബില്ലിങ്ങുകൾ അല്ലെ, അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തന്നെ സ്വന്തം ചെയ്യാൻ സാധിക്കുന്നു അല്ലെ. നമ്മുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് അപ്പോയിന്റ്മെന്റ്സുകൾ ബുക്ക് ചെയ്യാനും നമുക്ക് ആവശ്യമായ സമയത്ത് അല്ലെ, നമുക്ക് ആപ്റ്റായിട്ട് സമയം ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ആപ്റ്റായിട്ടുള്ള അല്ലെ, നമുക്ക് ഉചിതമായ സമയം എപ്പോഴാണോ അപ്പോഴൊക്കെ നമുക്ക് എന്താണ് അപ്പോയിന്റ്മെന്റ് സ്ലോട്ട് ചെയ്യാനൊക്കെ സാധിക്കുന്നു അല്ലെ. നോക്കിയേ, when it comes to improve the patient experience, upgrading outdated internal system is important. എന്താണ് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കാനായി എന്താണ് നമ്മ ഹോസ്പിറ്റലിൽ കാലഹരണപ്പെട്ട അല്ലെ, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാലഹരണപ്പെട്ട സിസ്റ്റങ്ങൾ നവീകരിക്കുന്നത് കാരണമാകുന്ന പ്രധാന കാര്യമാണ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം, പണ്ട് നമ്മ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഡോക്ടേഴ്സിന്റെ റൂമിന്റെ മുമ്പിൽ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നോ? ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം കണ്ടിട്ടുണ്ടോ? ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഒക്കെ ഉണ്ടോ? പണ്ട് ഉണ്ടായിരുന്നോ? കുറെ നാളുകൾക്ക് മുമ്പ്. ഇപ്പല്ലേ വന്നേക്കുന്നത്? ഇപ്പൊ വന്നേക്കുന്ന അപ്ഡേഷൻസ് ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം അല്ലെ, ഇനി എത്ര സമയം കഴിഞ്ഞാലേ നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റും അല്ലെ, എത്ര വരെ വിളിച്ചിട്ടുണ്ട് അല്ലെ, എത്ര നമ്പർ വരെ വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റും അല്ലെ. ഇതെന്താണ് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷന് സഹായിക്കുന്നുണ്ടോ? പിന്നെ നമുക്ക് എന്താണ് നമ്മുടെ അപ്പോയിന്റ്മെന്റ്സുകൾ നമുക്ക് തന്നെ ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കുന്നത് അല്ലേ, സിസ്റ്റം അല്ലേ. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, പണ്ട് നമ്മ ഹോസ്പിറ്റലിലേക്ക് പോയി നമ്മ എന്താണ് ഡോക്ടർക്ക് അപ്പോയിന്റ്മെന്റ്സ് എടുത്ത് നമ്മ വെയിറ്റ് ചെയ്ത് അല്ലെ, ഒരുപാട് സമയം നമ്മ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ അപ്പോയിന്റ്മെന്റ്സുകൾ ബുക്ക് ചെയ്യാം അല്ലെ. അപ്പൊ നമ്മുടെ അടുത്ത് പറയും ഇന്ന സമയത്ത് വന്നാൽ മതി അല്ലെ, എന്താണ് ഒരു 11:30 അല്ലെങ്കിൽ 12 മണിയാകുമ്പോഴേക്കും ഡോക്ടറെ കാണാൻ വന്നാൽ മതി അല്ലെ, അങ്ങനെ പറയാറില്ലേ? ഉണ്ടോ? അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള അപ്ഡേഷൻസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ വർദ്ധിപ്പിക്കാനായി കാരണമാകുന്നു. ഈവൻ സ്മോൾ അപ്ഡേറ്റ് ടു പേഷ്യന്റ് ഷെഡ്യൂളിംഗ് പ്ലാറ്റ്ഫോം അല്ലെ, ചെറിയ ചെറിയ അപ്ഡേഷൻസ് പോലും പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെ, സ്വാധീനിക്കുന്നുണ്ട്. നോക്കിയേ, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് പ്ലാറ്റ്ഫോം അല്ലെ, നമുക്ക് അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വെയിറ്റിംഗ് റൂം സൈനേജ് ആൻഡ് സിസ്റ്റം അല്ലെ, വെയിറ്റിംഗ് റൂമിലെ സൈനേജുകൾ സിസ്റ്റം. ഇപ്പൊ മിസ് പറഞ്ഞല്ലേ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഒക്കെ ഇപ്പൊ ഫാർമസിയിലൊക്കെ വരുന്നുണ്ട് അല്ലെ, ടോക്കൺ ഇല്ലേ. അപ്പൊ എന്താണ് വെയിറ്റിംഗ് റൂം സൈനേജ് ആൻഡ് സിസ്റ്റം, വെയിറ്റിംഗ് റൂമിലെ സൈനേജുകളിലും അവിടുത്തെ സിസ്റ്റങ്ങളിലും കൊണ്ടുവരുന്ന അപ്ഡേഷൻസ്. നഴ്സ് കോൾ ബട്ടൺസ്, നഴ്സിനെ കോൾ ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന ബട്ടൺ, അങ്ങനെയുള്ള ചെറിയ ചെറിയ അപ്ഡേഷൻസ് പോലും പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനെ സ്വാധീനിക്കുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ്, ബി പങ്ക്ച്വൽ. എന്ത് ചെയ്യാം, ആര് പങ്ക്ച്വൽ ആയിരിക്കണം? ഡോക്ടേഴ്സ്, സ്റ്റാഫുകൾ അല്ലെ, ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ അല്ലെ. എന്ത് ചെയ്യാം, പങ്ക്ച്വാലിറ്റി റിവീൽസ് പ്രാക്ടീഷണേഴ്സ് റെസ്പെക്ട് ഫോർ പേഷ്യൻസ് ബിസി ഷെഡ്യൂൾ അല്ലെ. പേഷ്യൻസിന്റെ ബിസി ഷെഡ്യൂളിൽ പ്രാക്ടീഷണേഴ്സ് അതായത് ഡോക്ടേഴ്സ് പങ്ക്ച്വാലിറ്റി കൃത്യനിഷ്ഠത പാലിക്കുന്നത് അവരോട് ഒരു റെസ്പെക്ട് തോന്നാൻ കാരണമാകും. ഇപ്പൊ നമ്മുടെ അടുത്ത് ഹോസ്പിറ്റലിൽ പറയാം 10 ആകുമ്പോൾ ഡോക്ടർ OP-യിൽ ഇരിക്കും, അപ്പോഴേക്കിനെ എത്തിക്കോളാൻ പറഞ്ഞിട്ട് നമ്മൾ ചെന്നിരിക്കുകയാണ്. ഡോക്ടർ വെയിറ്റ് ചെയ്ത് 10:30 എന്നുള്ളത് 11:30 ആയിട്ടും 12 മണിയായിട്ടും ഡോക്ടർ എത്തിയിട്ടില്ല. നമ്മൾ സാറ്റിസ്ഫൈഡ് ആവോ? എന്താ ഡോക്ടറോട് റെസ്പെക്ട് ഉണ്ടാവോ? ഇല്ല അല്ലെ. അപ്പൊ എന്താ, പ്രാക്ടീഷണേഴ്സ് ആ പങ്ക്ച്വാലിറ്റി പാലിക്കുന്നത് പേഷ്യൻസിന് അവരോട് ഒരു റെസ്പെക്ട് തോന്നാൻ, പ്രാക്ടീഷണേഴ്സിന് ഒരു റെസ്പെക്ട് തോന്നാനായി കാരണമാകുന്നു. നമുക്ക് അറിയാറുണ്ട് അല്ലെ, ആ 10:30 എന്ന് പറഞ്ഞാലും അപ്പൊ പോവണ്ട, ഒരു 11:30 ആകുമ്പോഴേക്കും പോയാൽ മതി, അപ്പോഴേക്കും ആ ഡോക്ടർ ഇരിക്കുള്ളൂ എന്ന് പറയാറുണ്ടോ? ആരെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? അതെന്താ, പങ്ക്ച്വാലിറ്റി ഇല്ലാത്തത് കൊണ്ടല്ലേ നമ്മ അങ്ങനെ പറയേണ്ടി വരുന്നത്. അവിടെ ഒരു പങ്ക്ച്വാലിറ്റി ഇല്ല അല്ലെ, കൃത്യനിഷ്ഠത ഇല്ലാത്തത് കൊണ്ടല്ലേ ആണോ? നെക്സ്റ്റ്,
If an organization finds it difficult to see patients in timely manner, they may require to examine their scheduling process and or staffing needs. ഈ പേഷ്യൻസിന് ഒരു ടൈമിംഗ് കൊടുക്കാണ്. 11:30 വന്നോ, ഡോക്ടറെ കാണാൻ പറ്റുമെന്ന് ഒരു ടൈം സ്ലോട്ട് ചെയ്ത് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യണം? ഓർഗനൈസേഷൻ എന്താണ് ആ സമയത്ത് വന്നാൽ ഡോക്ടറെ കാണാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെ, അങ്ങനെ കാര്യങ്ങളൊക്കെ എക്സാമിൻ ചെയ്ത് അവിടുത്തെ സ്റ്റാഫുകൾക്കും അവൈലബിൾ ആയിട്ടുള്ള അല്ലെ പ്രാക്ടീഷണേഴ്സിനും സാധ്യമായിട്ടുള്ള സമയത്ത് അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാം. ഇപ്പൊ ചില ദിവസം ഡോക്ടേഴ്സിന് സർജറി ഒക്കെ ഉണ്ടാവാറില്ലേ? ചില ഡോക്ടേഴ്സിന് സർജറി ആഴ്ചയിൽ 1-2 ദിവസം ചില ഡോക്ടേഴ്സിന് സർജറിക്കുള്ള ദിവസമായിരിക്കും അല്ലെ. അപ്പൊ ആ ദിവസമൊക്കെ പേഷ്യൻസിനോട് വരാൻ പറഞ്ഞു കഴിഞ്ഞാല് ഡോക്ടറിനെ കാണാൻ പറ്റുമോ? അപ്പൊ എന്ത് ചെയ്യണം? ഒരു പേഷ്യൻസിന് നമ്മ ഓർഗനൈസേഷൻ ടൈം സ്ലോട്ട് ചെയ്ത് കൊടുക്കുമ്പോ അല്ലെ എന്ത് ചെയ്യണം? ആ ഡോക്ടറിന്റെ അവൈലബിലിറ്റിയും കൂടി നോക്കിയിട്ട് വേണം ടൈമുകൾ സ്ലോട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഒരു 5 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുത്തോട്ടാ, ഒരു 5 മിനിറ്റ്. നെക്സ്റ്റ് മിസ് അല്ല ആതിര മിസ് എടുക്കും. നമുക്ക് ഈ പോർഷൻ തീർത്ത് കഴിഞ്ഞിട്ട് ആതിര മിസ് എടുക്കട്ടെ. ഇത് ഇനി കുറച്ചും കൂടിയല്ലേ ഉള്ളൂ, കുഴപ്പമില്ലല്ലോ. മിസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു 5 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുത്തോ. അത് കഴിഞ്ഞിട്ട് മിസ് അത് ആ സെക്ഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ആതിര മിസ് കയറിക്കോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.
സമയായില്ലേ? എല്ലാവരും വന്നില്ലേ? ബ്രേക്ക് കഴിഞ്ഞ തുടങ്ങാലോ? നമുക്ക് തുടങ്ങാലോ? സെറ്റ് നെക്സ്റ്റ് പറയുന്നത് സെറ്റ് എക്സ്പെക്ടേഷൻ. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വരുമ്പോ അവർക്ക് എക്സ്പെക്ടേഷൻസ് ഉണ്ടോ? പ്രതീക്ഷകൾ ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷകളുണ്ടോ? എക്സ്പെക്ടേഷൻസ് ഉണ്ടോ ഹോസ്പിറ്റലില്? ഇല്ലേ? അപ്പൊ എന്താ? ഹോസ്പിറ്റലില് പേഷ്യൻസിന്റെ എക്സ്പെക്ടേഷൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ? സജ്ജമാക്കിയിട്ടുണ്ടായിരിക്കണം. എങ്ങനെയൊക്കെ പേഷ്യൻസിന്റെ എക്സ്പെക്ടേഷൻസ് അവർക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് can help set hopes by keeping all the information on their website, patient portal and printed collateral up to date always. എന്താണ്? ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും വെബ്സൈറ്റിൽ അവരെ ആഡ് ചെയ്യാം അല്ലെ? കൂടാതെ എന്താണ്? പേഷ്യന്റിന്റെ പോർട്ടൽ വഴി അല്ലെങ്കിൽ പ്രിന്റഡ് കൊളാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലുള്ള ഫെസിലിറ്റീസ്, സർവീസുകൾ ഒക്കെ അവർ പ്രിന്റഡ് ആയിട്ട് അടിച്ചു വെച്ചിട്ടുണ്ടാവല്ലോ ഹോസ്പിറ്റലില്. പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ നോട്ടീസ് പോലെ, കൊളാറ്ററൽ പോലെ. കണ്ടിട്ടുണ്ടോ അത്? എക്സ്ട്രാ സർവീസുകൾ അല്ലെ? ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? നമുക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, ചില ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ വരുന്ന എക്സ്ട്രാ ഫെസിലിറ്റീസ്, ഇപ്പൊ എന്താണ്, ഈ ചെവിയുടെ ബാലൻസ് അല്ലെങ്കിൽ ചെവിയുടെ കേൾക്കാഴികയൊക്കെ ഉണ്ടെങ്കിൽ അവർ കൂടുതലായി കൊടുക്കുന്ന സർവീസുകളൊക്കെ ഉണ്ടാവുമല്ലോ, സ്പെഷ്യൽ കെയേഴ്സ്. കണ്ടിട്ടുണ്ടോ? അതല്ലെങ്കിൽ എന്തെങ്കിലും സ്കാനിങ്ങുകൾ, പുതിയ രീതിയിലുള്ള സ്കാനിങ്ങുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊക്കെ അവർ കൊടുക്കുന്ന ഫെസിലിറ്റീസിനെ കുറിച്ച് അവർ പ്രിന്റഡ് ആയിട്ട് അവര് തയ്യാറാക്കിയിട്ടുണ്ടാവും. അതെന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ നമുക്ക് കാണാൻ, നമുക്ക് അതെടുത്ത് നോക്കാൻ പാകത്തിന് അവിടെയൊക്കെ വെച്ചിട്ടുണ്ടാവും ടേബിളുകളൊക്കെ. കണ്ടിട്ടില്ലേ? അങ്ങനെ പ്രിന്റഡ് ആയിട്ടുള്ള കൊളാറ്ററൽ അപ്ഡേറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ വെബ്സൈറ്റിൽ ഇവർ എന്താണ് അപ് ടു ഡേറ്റ് ചെയ്യുക അല്ലെ? ഏതൊക്കെ പുതിയ ഫെസിലിറ്റീസ് വരുന്നുണ്ട്, അവർ കൊടുക്കുന്ന ന്യൂ മോഡേൺ ടെക്നോളജീസ് എന്തൊക്കെയാണ്, ഡോക്ടേഴ്സിന്റെ സേവനങ്ങൾ എന്തൊക്കെയാണെന്ന്, അതുകൂടാതെ എന്താണ് പേഷ്യന്റ് പോർട്ടലും അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ അവർക്ക് എന്താണ് പേഷ്യൻസിന്റെ എക്സ്പെക്ടേഷൻസ്, അവരുടെ പ്രതീക്ഷകൾ എന്താണ് അവർക്ക് സജ്ജീകരിക്കാനായി സാധിക്കുന്നു. ഇപ്പൊ നമ്മ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ നമ്മൾ എന്തായിരിക്കും പ്രതീക്ഷിക്കുന്നത്? നമ്മുടെ അസുഖത്തിന് നല്ല ട്രീറ്റ്മെന്റ് കിട്ടും അല്ലെ? ആണോ? അവിടെ ഇന്ന ഫെസിലിറ്റീസ് ഉണ്ട് അല്ലെ? ആ ഹോസ്പിറ്റലിൽ ഇന്ന ഫെസിലിറ്റീസ് ഉണ്ട് അല്ലെ? ഇന്ന ഡോക്ടേഴ്സിന്റെ സേവനങ്ങളുണ്ട്. അപ്പൊ ആ പേഷ്യൻസിനെ അവരുടെ ആ വെബ്സൈറ്റ് നോക്കി, അതല്ലെങ്കിൽ ആ പ്രിന്റഡ് ആയിട്ടുള്ള കൊളാറ്ററൽ നോക്കി, അല്ലെങ്കിൽ പേഷ്യന്റ് പോർട്ടലിൽ നമുക്ക് അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യാനൊക്കെ നമുക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റൂലേ എന്തൊക്കെ ഫെസിലിറ്റീസ് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കും അല്ലേ? ഹോസ്പിറ്റലിൽ അഡീഷണൽ ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ് അല്ലേ? പേഷ്യൻസിന് അറിയാൻ സാധിക്കില്ലേ? അപ്പൊ എന്താണ്? ഇങ്ങനെ പ്രിന്റഡ് ആയിട്ടുള്ള കൊളാറ്ററൽ അപ്ഡേറ്റ് ചെയ്യുക, ഹോസ്പിറ്റലിലെ വെബ്സൈറ്റിൽ എല്ലാ ഇൻഫർമേഷൻസ് ആഡ് ചെയ്യുക, അതല്ലെങ്കിൽ പേഷ്യന്റ് പോർട്ടൽ അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ പേഷ്യൻസിന്റെ എക്സ്പെക്ടേഷൻസ് സജ്ജീകരിക്കാൻ ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് സജ്ജീകരിക്കാൻ സാധിക്കുന്നു. കൂടാതെ എന്താണ്? ഇൻക്ലൂഡിംഗ് ആൻഡ് ഫ്രീക്വന്റ്ലി, FAQ എന്ന് പറഞ്ഞാൽ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് questions, section on printed and digital material that directs how to refill prescription, receive care after hours and schedule appointments also plays a vital role in aligning patients' hopes with their experience. എന്ന് വെച്ചാല് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിലൂടെ പേഷ്യൻസിൽ നിന്നും അങ്ങനെയുള്ള പ്രിന്റഡ് ആയിട്ടുള്ള മെറ്റീരിയലിലൂടെ, അതല്ലെങ്കിൽ ഡിജിറ്റൽ മെറ്റീരിയൽ അല്ലെ, നമ്മൾ സർവേ ചെയ്യില്ലേ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കണ്ടക്ട് ചെയ്യില്ലേ? അപ്പൊ അതിലെന്താണ് ചോദിക്കുന്നത്? ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ? റിപ്പീറ്റ് അല്ലെ? തുടർച്ചയായി ആ ക്വസ്റ്റ്യൻസ് എന്നല്ലേ ചോദിക്കുന്നത്? അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലൂടെ, അതല്ലെങ്കിൽ റിസീവ് ആഫ്റ്റർ കെയർ, ആഫ്റ്റർ അവേഴ്സ് എന്താണ് നമുക്ക്
കെയർ കിട്ടി, അത് കുറച്ച് സമയത്തിന് ശേഷം എന്ത് ചെയ്യും, നമ്മളിൽ നിന്ന് ഫീഡ്ബാക്ക് ചോദിക്കും അല്ലെ, ലിങ്ക് വഴിയോ ആപ്പ് വഴിയോ അല്ലെങ്കിൽ എന്താണ് ബിസിനസ് പ്രൊഫൈൽ കയറിയും ആട്ടോ നമ്മളോട് സർവേ നടത്താൻ കണ്ടക്ട് ചെയ്യാൻ പറയില്ലേ. പിന്നെ എന്താണ് അപ്പോയിന്റ്മെന്റ്സുകൾ. അപ്പൊ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും അല്ലെ വീണ്ടും അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. പിന്നെ അല്ലെങ്കിൽ എന്താണ് ഷെഡ്യൂളിങ് അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് ഫീഡ്ബാക്ക് എടുക്കാലോ. അപ്പൊ അതിൽ നിന്നൊക്കെ എന്താണ് അവരുടെ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസുമായിട്ട് നമുക്ക് എന്താണ് അവരുടെ എക്സ്പെക്ടേഷൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെ സജ്ജീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായി വിലയിരുത്താനായി സാധിക്കുന്നു. ഇപ്പൊ പേഷ്യൻസ് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് കൊടുക്കാണ്, അതല്ലെങ്കിൽ അവേഴ്സ് നമുക്ക് കെയർ കിട്ടിയതിന് ശേഷം അവർ ഫീഡ്ബാക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടിയ അനുഭവങ്ങളെല്ലാം അവർ ഹോസ്പിറ്റലുകാരായിട്ട് പങ്കുവെക്കുന്നത് അല്ലേ അല്ലേ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലേ അവരുടെ എക്സ്പെക്ടേഷൻസിൽ എവിടെയൊക്കെ പോരായ്മകൾ വന്നിട്ടുണ്ട് അല്ലെ, ഹോസ്പിറ്റലിൽ നിന്ന് അവർക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ പോരായ്മകൾ വന്നിട്ടുണ്ട് അല്ലെ, എന്തൊക്കെ ഫെസിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യണം അല്ലെ. അപ്പൊ അതെന്താണ് ഈ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് അവർ ഫിൽ ചെയ്യുന്നത്. കൂടാതെ എന്താണ് അവർക്ക് പരിചരണം കിട്ടി കുറച്ച് സമയത്തിന് ശേഷം അവരിൽ നിന്ന് ഫീഡ്ബാക്ക് കൊടുക്കുന്നത് വാങ്ങിക്കുന്നത്. പിന്നെ എന്താണ് അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യുന്നതൊക്കെ എന്താണ് അവരുടെ അനുഭവമായി സജ്ജീകരിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നു. വൈറ്റൽ റോൾ. ക്ലിയർ ആയത്? നെക്സ്റ്റ് ഗോ ഡിജിറ്റൽ. ഡിജിറ്റലൈസ് ചെയ്യുക. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം പഠിച്ചു അല്ലെ. ഗോ ഡിജിറ്റലൈസ് ചെയ്യുക. ഹോസ്പിറ്റലിന്റെ എല്ലാ ഏരിയാസും ഡിജിറ്റലൈസ് ചെയ്യുക അല്ലെ. അപ്പൊ നോക്കിയേ, ഹോസ്പിറ്റൽ ക്യാൻ ഡു ജസ്റ്റ് അബൌട്ട് എനിത്തിങ് വിത്ത് എ ഫ്യൂ ടാപ്സ് ഓൺ അവർ മൊബൈൽ ഫോൺസ് ഫോർ പേയിങ് അവർ ബിൽസ് ടു ബുക്കിംഗ് വാക്സിനേഷൻ അല്ല വാക്സിനേഷൻ ആണ് കേട്ടോ. അത് ക്ലിയർ ആക്കാം കേട്ടോ. എന്താണ് ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും അല്ലെ ജസ്റ്റ് അബൌട്ട് എനിത്തിങ് ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഫോണിൽ കുറച്ച് ടാപ്സ് അല്ലെ അല്ലെങ്കിൽ കുറച്ച് ടച്ചുകളിലൂടെ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യുന്നത് അല്ലെ, അപ്പോയിന്റ്മെന്റ്സ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. പേയിങ് അവർ ബിൽസ് അല്ലെ, ബിൽസുകൾ നമുക്ക് അടക്കാം. പിന്നെ എന്താണ് ബുക്കിംഗ് വാക്സിനേഷൻ ബുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വരെയും എന്താണ് നമുക്ക് നമ്മുടെ ഫോണില് കുറച്ച് ടച്ചുകളിലൂടെ അല്ലെങ്കിൽ കുറച്ച് ടാപ്സ് അതിലൂടെ നമുക്ക് എന്താണ് ചെയ്യാനായി സാധിക്കുന്നു. ക്ലിയർ അല്ലേ? അത് നമുക്കറിയാലോ. നമ്മ പേയ്മെന്റ് അടുത്താണെങ്കിൽ എന്താണ് ഒന്നോ രണ്ടോ ടാപ്പ് ചെയ്യാം അല്ലെ, ടച്ച് ചെയ്യാം, അതില്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്യാം, അതല്ലെങ്കിൽ ഫോൺ അല്ലെ പേയ്മെന്റ് എടുക്കാം അല്ലെ, നമ്പറിലേക്ക് ഏതെങ്കിലും മൊബൈൽ നമ്പറിലേക്ക് പേയ്മെന്റ് എടുക്കാം അല്ലെ. ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പൊ എന്താണ് കുറച്ച് ടാപ്സ് കുറച്ച് ടച്ചുകളിലൂടെ എന്താണ് നമുക്ക് പല ഹോസ്പിറ്റലിലെ പല പ്രവർത്തനങ്ങൾ നടത്താനായി സാധിക്കുന്നു. Digitizing your practice can generate proficiencies for your staff and patients that make better everyone's experience അല്ലെ. എന്താണ് ഇങ്ങനെ ഡിജിറ്റൈസിങ് ആക്കുന്നത് അല്ലെ, എന്താണ് അവിടുത്തെ സ്റ്റാഫുകളുടെ പ്രൊഫിഷ്യൻസി പ്രാവീണ്യം വർദ്ധിപ്പിക്കാനായിട്ടും കൂടാതെ എന്താണ് ഹോസ്പിറ്റലിലുള്ള എല്ലാ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് ബെറ്റർ ആക്കാൻ സാധിക്കുന്നുണ്ടോ? എല്ലാ സ്റ്റാഫിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ബെറ്റർ ആക്കാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പൊ നമുക്കറിയാം നമ്മ അപ്പോയിന്റ്മെന്റ്സ് ബുക്ക് ചെയ്യാണ്, അപ്പൊ നമുക്ക് ആ റിസപ്ഷനിൽ ചെന്നങ്ങാട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടോ? ഇല്ല അല്ലെ. കുറച്ച് നേരത്തിനുള്ളിൽ കൂടുതൽ എഫക്റ്റീവായി നമുക്ക് ചെയ്യാം അല്ലെ. അതേപോലെ ഡോക്ടർ റൂമിൽ ചെന്ന് കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ പ്രീവിയസ് ഹിസ്റ്ററി ഒക്കെ ഡോക്ടർ എടുത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് തവണ പറയേണ്ടി വരുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ഡോക്ടർ സിസ്റ്റത്തില് നമ്മുടെ A to Z എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും അല്ലെ. ടെസ്റ്റ് റിസൾട്ടുകൾ ഉണ്ടാവും, പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ടാവും, ഡയഗ്നോസിസ് ഉണ്ടാവും അല്ലെ. നമ്മ ഏതൊക്കെ മെഡിസിൻ കഴിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ് പേഷ്യൻസ് സ്റ്റാഫുകളുടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുടെ പ്രൊഫിഷ്യൻസി പ്രാവീണ്യം വർദ്ധിപ്പിക്കുകയും കൂടാതെ എന്താണ് സ്റ്റാഫുകളിൽ നിന്നുള്ള പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് ബെറ്റർ ആക്കാനും സാധിക്കുന്നു. ക്ലിയർ അല്ലേ? നമുക്ക് ഒരുപാട് സമയം
ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ട, കൂടുതൽ എഫിഷ്യന്റ് ആയ അല്ലെ, കാര്യക്ഷമമായ, കൂടുതൽ ഫലപ്രദമായ അല്ലെ, എറർ ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്നു അല്ലെ. ഓക്കെ അല്ലേ? സ്പീഡ് ഉണ്ടോ? സ്പീഡ് ഉണ്ടോ? Okay. Next, the right software allows to digitize every step of the patient's journey. Patients in the oro journey correct ആയിട്ടുള്ള softwares allow ചെയ്യാലെ അനുവദിക്കുക. For booking an appointments to paying their bills എന്നാണ് ട്ടോ. പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ്സുകൾ ബുക്ക് ചെയ്യുന്നത് മുതൽ എന്താണ് ബില്ലുകൾ അടക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഡിജിറ്റൈസ് ആക്കുക അല്ലെ, സോഫ്റ്റ്വെയർ, കറക്റ്റ് സോഫ്റ്റ്വെയർസ്. ഇപ്പൊ നമുക്കറിയാം നമ്മ ഹോസ്പിറ്റലിൽ റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, റേഡിയോളജി സെക്ഷനിൽ അല്ലെ. ലബോറട്ടറിയിൽ RIS ആണോ നമ്മൾ ഉപയോഗിക്കുന്നത്? RIS ആണ് ഉപയോഗിക്കുന്നത് ആണോ? അല്ല അല്ലെ, LIS ആണ് അല്ലെ. അല്ലേ? അതേപോലെ ഓരോ സെക്ഷനും അല്ലേ, ഓരോ സെക്ഷനിലും ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർസ് അല്ലേ ഉപയോഗിക്കുന്നത്, ഉചിതമായിട്ടുള്ള സോഫ്റ്റ്വെയർസ് അല്ലേ, ആപ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് അല്ലേ. ഇപ്പൊ ബില്ലിങ്ങിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ നമുക്ക് ബില്ലിംഗ് അല്ല, റിസപ്ഷനിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ നമുക്ക് ഫാർമസിയിൽ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യാ, ഓരോ സ്റ്റെപ്പിന് പേഷ്യൻസിന്റെ ഓരോ സ്റ്റെപ്പുകൾക്കും അനുയോജ്യം, അതായത് പേഷ്യൻസ് അപ്പോയിന്റ്മെന്റ്സുകൾ ബുക്ക് ചെയ്യുന്ന മുതൽ എന്താണ് അവിടെ നിന്ന് പോകുന്ന വരെയുള്ള ആ ജേർണിയിൽ ആ യാത്രയ്ക്ക് അനുയോജ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഹോസ്പിറ്റലിൽ ഇൻസ്റ്റാൾ ചെയ്യുക. നെക്സ്റ്റ്, ഡിക്രീസ് വെയിറ്റ് ടൈം. എന്താണ് വെയിറ്റ് ടൈം അല്ലെ, ഹോസ്പിറ്റലിൽ പേഷ്യൻസ് വെയിറ്റ് ചെയ്യേണ്ട സമയം കുറയ്ക്കുക, ഡിക്രീസ് ചെയ്യുക. ഡിക്രീസ് ദ എമൗണ്ട് ഓഫ് ടൈം ദാറ്റ് പേഷ്യൻസ് സ്പെൻഡ് ഇൻ വെയിറ്റിംഗ് റൂംസ്. പേഷ്യൻസ് വെയിറ്റിംഗ് റൂമിൽ ചെലവാക്കേണ്ട സമയം കുറയ്ക്കുക. പ്ലാൻ ടു ഗെറ്റ് റിഡ് ഓഫ് ടൈം സ്പെൻഡ് ട്രാവലിംഗ് ടു ആൻഡ് ഫ്രം അപ്പോയിന്റ്മെന്റ്സ്, റിമൂവിംഗ് സ്ട്രെസ് ആൻഡ് അറ്റൻഡൻസ് ബാരിയേഴ്സ് ഫോർ മെനി പേഷ്യൻസ് അല്ലെ. ഇപ്പൊ ഒരു പേഷ്യൻസ് ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ്സ് ബുക്ക് ചെയ്യാണ്, നമ്മളോട് പറയാലോ ഇന്ന സമയത്ത് വരാൻ പറയാലോ, 11:30 ആവുമ്പോഴേക്കും വാ അല്ലേ, ആണോ? അല്ലെങ്കിൽ നമ്മ അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യുമ്പോഴും നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മ എപ്പോ ഹോസ്പിറ്റലിൽ ചെല്ലണമെന്ന് അറിയാൻ പറ്റുമോ? അപ്പൊ എന്താണ് നമുക്ക് അപ്പോയിന്റ്മെന്റുകളിൽ, അപ്പൊ നമുക്കറിയാലോ ഏകദേശം എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞ് എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് എത്ര മണിക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോരാൻ പറ്റുമെന്ന് അറിയാലോ. ഒരു 11 മണിക്ക് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാല് ഒരു 1 മണിയാകുമ്പോഴേക്കും നമുക്ക് തിരിച്ചു പോരാ അല്ലെ. അങ്ങനെയാണോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത്? അപ്പൊ എന്താണ് അപ്പോയിന്റ്മെന്റ്സുകള്, എന്താണ് അപ്പോയിന്റ്മെന്റ്സുകളിലേക്കും തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് പോരാൻ നമ്മൾ എടുക്കുന്ന സമയത്തെ കുറിച്ച് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. പിന്നെ എന്താണ്, ഇപ്പൊ നമ്മൾ ഡോക്ടറിന്റെ വെയിറ്റിംഗ് റൂമിന്റെ മുമ്പിൽ ഇരിക്കുകയാണ്, അതല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്തിട്ട് അതിന്റെ റിസൾട്ടുകൾക്ക് വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്തായിരിക്കും, സ്ട്രെസ് ആയിരിക്കും ആ റിസൾട്ട് കിട്ടുന്നത് വരെ അല്ലെ, അല്ലെങ്കിൽ ആ ഡോക്ടർ കാണുന്നവരെ നമുക്ക് ടെൻഷൻ ആയിരിക്കോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലോ. അപ്പൊ എന്താണ്, അങ്ങനെയുള്ള സ്ട്രെസ്സുകൾ റിമൂവ് ചെയ്യാനായിട്ട് നീക്കാനായി സാധിക്കുന്നു. ആൻഡ് അറ്റൻഡൻസ് ബാരിയേഴ്സ് ഫോർ മെനി പേഷ്യൻസ്. ചില പേഷ്യൻസ് എന്ത് ചെയ്യും, ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമ്പോ അവരവിടെ നിന്ന് പോവോ, ഡോക്ടറെ കാണണ്ടേ, ഇനിയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവൂല്ലേ, പോവാറുണ്ടോ? അധികം ബുദ്ധിമുട്ടില്ലാത്ത പേഷ്യൻസ് ഒക്കെ അപ്പൊ എന്താണ് പേഷ്യൻസിന്റെ അറ്റൻഡൻസ് ബാരിയേഴ്സ് അല്ലെ നീക്കാനായും സാധിക്കുന്നു. ക്ലിയർ ആയോ? ഇത് ഹോസ്പിറ്റലിൽ നമുക്ക് അപ്പോയിന്റ്മെന്റ്സുകൾ എടുത്ത് അവിടെ നിന്ന് തിരിച്ചു പോകാനുള്ള സമയം കണ്ടെത്താന്, പേഷ്യൻസിന്റെ സ്ട്രെസ് ഉത്കണ്ഠകൾ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നു. കൂടാതെ എന്താണ്, പേഷ്യൻസിന്റെ അറ്റൻഡൻസ് ബാരിയേഴ്സ് ഒക്കെ കുറയ്ക്കാനായും സാധിക്കുന്നു. Next, patient's registration paperwork also contribute a longer wait times. എന്താണ്, നമ്മ പേഷ്യൻസിന്റെ രജിസ്ട്രേഷൻ പേപ്പർ വർക്ക് ആയിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കൂലേ, നമ്മൾ എഴുതി അല്ലെ, ഫിൽ ചെയ്ത് അല്ലെ, പേഷ്യൻസിനോട് ചോദിക്കും, പിന്നെ ആ രജിസ്ട്രേഷനിൽ ആൾ അത് ഫിൽ ചെയ്ത് വരുമ്പോഴേക്കും ഒരുപാട് നേരം ആവുമല്ലോ.
എന്താണ് പേഷ്യന്റ് രജിസ്ട്രേഷൻ പേപ്പർ വർക്ക് ഓൾസോ കോൺട്രിബ്യൂട്ട് എ ലോങ്ങർ ടൈം. ഒരുപാട് വെയിറ്റ് ടൈംസ് അവർ ചെലവാക്കേണ്ടി വരുന്നു. ഹോസ്പിറ്റൽ can use a secure online program to let the patients complete and submit their registration paperwork before their appointments, further deducting time spent in the waiting room. Patients അവരെ അപ്പോയിന്റ്മെന്റ്സിന് മുമ്പ് അവരെന്ത് ചെയ്യുക, അവരുടെ രജിസ്ട്രേഷൻ പേപ്പർ വർക്ക് ഓൺലൈനായിട്ട് സോഫ്റ്റ്വെയർസ് വഴി അവർ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് സമയം കുറക്കാൻ സാധിക്കുന്നുണ്ടോ? പേഷ്യൻസ് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എന്താണ് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ വെബ്സൈറ്റിൽ കയറിയാണ്ട് അവരുടെ അപ്പോയിന്റ്മെന്റ് ഫോം ഒക്കെ ഫിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് അവർക്ക് ആ ഹോസ്പിറ്റലിൽ വന്ന് വെയിറ്റ് ചെയ്യേണ്ട സമയം കുറയ്ക്കാലോ? കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടോ? അപ്പൊ അതിന് വേണ്ട സോഫ്റ്റ്വെയർസ് ആഡ് ചെയ്യുക. ക്ലിയർ ആയോ? ഹോസ്പിറ്റൽസ് ക്യാൻ യൂസ് എന്താണ് ഹോസ്പിറ്റലില് എന്താണ് സെക്യൂർ ആയിട്ടുള്ള ഓൺലൈൻ പ്രോഗ്രാം യൂസ് ചെയ്യുന്നതിലൂടെ എന്താണ് അവർക്ക് പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ്സിന് മുമ്പ് അവരുടെ എന്താണ് രജിസ്ട്രേഷൻ പേപ്പർ വർക്കുകൾ അവർക്ക് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായി സാധിക്കുന്നു. പേഷ്യൻസിന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇതുവഴി അവർ സ്പെൻഡ് ചെയ്യേണ്ട വെയിറ്റിംഗ് റൂമിൽ അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടി വെയിറ്റിംഗ് റൂമിൽ സ്പെൻഡ് ചെയ്യേണ്ട സമയം കുറയ്ക്കാനായും സാധിക്കുന്നു. ക്ലിയർ ആണോ? നെക്സ്റ്റ് ഡെലിവർ പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ അല്ലെ. എങ്ങനെയുള്ള ഒരു കെയർ കൊടുക്കാം? പേഷ്യന്റ് ഫോക്കസ്ഡ് ആയിട്ട് അല്ലെ, പേഷ്യൻസിനെ കേന്ദ്രീകൃതമായിട്ടുള്ള അല്ലെ. എല്ലാ പേഷ്യൻസിന്റെയും ഹെൽത്ത് കണ്ടീഷൻ വ്യത്യസ്തമായിരിക്കും അല്ലെ. ചിലവര് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ, അസുഖം കൊണ്ട് അല്ലേ. അപ്പൊ അവർക്ക് എന്ത് കൊടുക്കണം? കൂടുതൽ കെയർ കൊടുക്കണം അല്ലെ, കൂടുതൽ പരിചരണം കൊടുക്കണം അല്ലെ. അപ്പൊ എന്താ പേഷ്യന്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള കെയർ കൊടുക്കുക. പേഷ്യന്റ് ഹെൽത്ത് ആർ വെൽബീയിങ് ഷുഡ് ബി അറ്റ് കോർ ഓഫ് എവറിത്തിങ് ദ ഹോസ്പിറ്റൽ ആൻഡ് സ്റ്റാഫ്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അതായത് ഒരു ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രധാനമായിട്ടുള്ളത് എന്താണ്? അവിടെ വരുന്ന പേഷ്യൻസിന്റെ ആരോഗ്യം വെൽബീയിങ്സ് ആണ് അല്ലെ അല്ലെ. അവിടെ വരുന്ന പേഷ്യൻസിന്റെ അസുഖന്മാരാ, അവർക്ക് ഹെൽത്ത് വീണ്ടെടുക്കാം അല്ലെ. അപ്പൊ എന്താ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രധാനമായിട്ടുള്ളത്, കാതലായിട്ടുള്ളത്, കോറായിട്ടുള്ളത് പറയുന്നത് എന്താ? പേഷ്യൻസിന്റെ ഹെൽത്തും അവരുടെ ആരോഗ്യവും വെൽബീയിങ്സുമാണ്. Patient focused care consider the patient's value and individual preference as well as their health requires. Patient focused care എന്തിനൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നത്? പേഷ്യൻസിന്റെ വാല്യൂസ് അല്ലെ. ഓരോ പേഷ്യൻസിനും അവരുടേതായ ആ പേഷ്യന്റിന്റേതായ മൂല്യം കൊടുക്കുന്നുണ്ടോ, വാല്യൂ കൊടുക്കുന്നുണ്ടോ ഇല്ലേ? ഇപ്പൊ നമുക്കറിയാം എന്താണ് ഈ പേഷ്യന്റിന് കുറച്ചും കൂടി കെയർ കിട്ടണം അല്ലെ, അല്ലെങ്കിൽ ഇവർക്ക് മൈനർ ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ളൂ അല്ലെ. അപ്പൊ അതിനനുസരിച്ച് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? പേഷ്യൻസിന് മൂല്യം കൊടുക്കാനായി സാധിക്കുന്നു അല്ലെ. ഇൻഡിവിജ്വലൈസ്ഡ് പ്രിഫറൻസ് അല്ലെ. ഇപ്പൊ മിസ് പറഞ്ഞാൽ എന്താണ് ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻസിനാണെങ്കിൽ അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണോ? അപ്പൊ എന്താണ് ഇൻഡിവിജ്വൽ പ്രിഫറൻസ് കൊടുക്കുന്നു. കൂടാതെ എന്താണ് ആസ് വെൽ ആസ് ദിയർ ഹെൽത്ത് റിക്വയർമെന്റ്സ് അല്ലെ, പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സ് അവരുടെ ആവശ്യകതകൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അവരുടെ ആവശ്യകതകളെയും കൂടി പരിഗണിക്കുന്നു. ഇപ്പൊ ഹാർട്ട് സംബന്ധമായ ഒരു പേഷ്യൻസിന്റെ ആവശ്യകതകളായിരിക്കും എന്തെങ്കിലും ഡിസ്ലൊക്കേഷനോ അല്ലെങ്കിൽ ഫ്രാക്ചറായി വന്നേക്കുന്ന പേഷ്യൻസിന് വേണ്ടത് രണ്ടുപേരുടെ റിക്വയർമെന്റ്സ് ഒരേപോലെ ആയിരിക്കും അല്ല അല്ലെ. അപ്പൊ എന്താണ് ആ വരുന്ന പേഷ്യൻസിന്റെ ഹെൽത്ത് റിക്വയർമെന്റ്സിന് അല്ലെ ആരോഗ്യ ആവശ്യങ്ങളെയും കൂടി കൺസിഡർ ചെയ്യുന്നു, പരിഗണിക്കുന്നു. ക്ലിയർ ആയത്? Next, education and technological updates that streamline their experience donate to patients focused care. എന്താണ് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക അല്ലെ, ഒരുപാട് അറിവ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, ട്രെയിനിങ്ങുകൾ കൊടുക്കുക, ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ കൊടുക്കുക, മോക്ക് ഡ്രില്ലുകൾ കൊടുക്കുക. അതൊക്കെ വഴി എന്താണ് ടെക്നോളജിക്കൽ അപ്ഡേറ്റുകൾ, സാങ്കേതിക അപ്ഡേഷൻസ് ഒക്കെ നടത്തുന്നതിലൂടെ എന്താണ്
പേഷ്യൻസ് ഫോക്കസ്ഡ് കെയർ കൊടുക്കാനും അതുവഴി പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാനും സാധിക്കുന്നു. ഇവഞ്ച്വലി ഇംപ്രൂവിംഗ് ദ അതെന്തിലേക്കാണ് നയിക്കുന്നത്? പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാനും പേഷ്യൻസ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ വർദ്ധിപ്പിക്കാനായിട്ടും സാധിക്കുന്നു. ക്ലിയർ ആയത്? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് എൻകറേജിങ് ലൈഫ് ലോങ് ലേണിംഗ്. നമുക്കറിയാം ഇപ്പൊ ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 8 വർഷം മുമ്പുള്ള ടെക്നോളജീസ്, ഫെസിലിറ്റീസ് ഒക്കെയാണോ ഇപ്പൊ ഉള്ളത് ഹെൽത്ത് ഹോസ്പിറ്റലുകളില്? ആണോ? ഒരുപാട് വ്യത്യാസങ്ങൾ അല്ലെ, പുരോഗതികൾ വന്നു അല്ലെ, വികസനങ്ങൾ വന്നില്ലേ, ഡെവലപ്മെന്റ്സ് വന്നില്ലേ? അപ്പൊ അതിനനുസരിച്ച് എന്ത് കിട്ടണം? അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും പഠനങ്ങൾ കിട്ടണം അല്ലെ, ട്രെയിനിങ്ങുകളൊക്കെ കിട്ടണ്ടേ, ഓറിയന്റേഷൻ. അപ്പൊ എന്താ നോക്കിയേ, ഹെൽത്ത് കെയർ പ്രാക്ടീസസ് ആൻഡ് സിസ്റ്റം ആർ കണ്ടിന്യൂസ്ലി ഇവോൾവിംഗ്. എന്താണ് ഹെൽത്ത് കെയർ പ്രാക്ടീസസും അവിടുത്തെ സിസ്റ്റം എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി വികസിച്ചു കൊണ്ടിരിക്കുന്നു. ടു കീപ് പേസ് എന്താണ്? അപ്പൊ എന്ത് ചെയ്യണം? അവിടെ വേഗത നിലനിർത്തണോ? ഹോസ്പിറ്റലുകളിൽ വേഗത നിലനിർത്തണ്ടേ? ഇപ്പൊ എന്താണ് പുതിയ അപ്ഡേഷൻസ് വന്നു, അപ്ഡേഷൻസ് വന്ന് സ്റ്റാഫ് പറയണം പുതിയ അപ്ഡേഷൻസ് ആണ്, എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞാൽ അവർ അവിടെ ഇരിക്കാൻ പറ്റുമോ? സ്റ്റാഫുകള് പുതിയ ടെക്നോളജീസ് ആണ് അല്ലെങ്കിൽ പുതിയ എക്യുപ്മെന്റ് ആണ്, എനിക്കറിയില്ല, അറിയുന്ന ആള് വരട്ടെ എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റുമോ? എന്ത് ചെയ്യണം? സ്റ്റാഫുകൾക്ക് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കണം അല്ലെ, സോറി പേഷ്യൻസിന് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കണം അല്ലെ, ടൈം ലാഗ് ഒന്നും കൂടാതെ. അപ്പൊ എന്ത് ചെയ്യണം? വേഗത നിലനിർത്താൻ അല്ലെ, അവരുടെ പ്രവർത്തനങ്ങളില് വേഗത നിലനിർത്താനായിട്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് require access to vast continuing education courses that expand their knowledge base and improve their ability to provide high quality care. എന്താണ്? അപ്പൊ ഇതിന് വേഗത അപ്പൊ അതുകൊണ്ട് തന്നെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ വേഗത നിലനിർത്താൻ അവർക്ക് എന്ത് കൊടുക്കുക? കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കോഴ്സസ് അല്ലെ, നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസ കോഴ്സസ് കൊടുക്കുന്നതിലൂടെ അവരുടെ നോളജ്, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ നോളജ്, അറിവ് വർദ്ധിപ്പിക്കാനായിട്ടും അവരുടെ എബിലിറ്റി, കഴിവ് വർദ്ധിപ്പിക്കാനായിട്ടും അതുവഴി അവർക്ക് എന്താണ്? പേഷ്യൻസിന് ഹൈ ക്വാളിറ്റിയിലുള്ള അല്ലെ, ഉയർന്ന ഗുണനിലവാരമുള്ള പരിചരണം നൽകാനായും സാധിക്കുന്നു. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മൾ എന്ത് കാര്യമാണെങ്കിൽ അല്ലെ, കുറച്ച് തവണ അതിനെ കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആവല്ലേ, നമുക്ക് അതിലുള്ള നോളജ് കൂടും അല്ലെ, നോളജ് കൂടും. അപ്പൊ നമുക്കത് സ്പീഡിൽ ചെയ്യാൻ പറ്റും, നമ്മുടെ കഴിവ് കൂടും അല്ലെ. അപ്പൊ ഹെൽത്ത് കെയർ ഈ പുരോഗമനങ്ങൾ അല്ലെ, വികസനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് അതിനുള്ള എഡ്യൂക്കേഷൻ അല്ലെ, വിദ്യാഭ്യാസം കൊടുക്കുന്നതിലൂടെ അവരുടെ നോളജ് അല്ലെ, അവരുടെ അറിവ് വർദ്ധിപ്പിക്കാനും അവരുടെ കഴിവ് വർദ്ധിപ്പിക്കാൻ ഇംപ്രൂവ് ചെയ്യാനും കൂടാതെ എന്താണ്? അതുവഴി പേഷ്യൻസിന് നല്ല ക്വാളിറ്റിയുള്ള അല്ലെ, ഉയർന്ന ഗുണനിലവാരമുള്ള കെയർ, പരിചരണം കൊടുക്കാനായും സാധിക്കുന്നു. ഓക്കെ അല്ലേ എല്ലാവരും? Next, with the right skill sets, practitioners can help increase patient satisfaction scores. ശരിയായ ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ശരിയായ സ്കിൽ അല്ലെ, കഴിവ് ഉപയോഗിക്കുന്നതിലൂടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ ഇംപ്രൂവ് ചെയ്യാനായി, വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? മിസ് എടുത്തത് ഓക്കെ ആണോ? വാസ്റ്റ് എന്നുള്ള നല്ല രീതിയിലുള്ള വിശാലമായ എന്നൊക്കെ പറഞ്ഞത് ഇമ്പോർട്ടൻസ് അല്ലേ? ഈ 8 ക്രിയേറ്റീവ് വേസ് അല്ലേ, അത് നോക്കാട്ടോ, അതിന് ക്വസ്റ്റ്യൻ വരാം. ഇനി ഹു ഈസ് ദി ഗ്രാൻഡ് അംബാസിഡർ, അഡ്വക്കേറ്റ്സ്, അങ്ങനെയുള്ളത് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാട്ടോ.
പിന്നെ HCHPS വരാം. പിന്നെ ഇതിലെ 6 അണ്ടർലൈൻ മെട്രിക്സസ് അത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, അത് ഇമ്പോർട്ടന്റ് ആണ്. പിരമിഡ് ഇല്ലേ, പിരമിഡ് ഇമ്പോർട്ടന്റ് ആണ്. ROI ഇമ്പോർട്ടന്റ് ആണ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കേട്ടാ. പിന്നെ ഇങ്ങനെ വരുന്നില്ലേ, വാട്ട് ഹോസ്പിറ്റൽ ക്യാൻ ഡു ടു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ് എന്നും പറഞ്ഞാണ്ട് 5 വരുന്നുണ്ട് അല്ലെ. പേഷ്യൻസിന്റെ റിട്ടൻഷൻ, പേഷ്യൻസിനെ നിലനിർത്താനായി ഹോസ്പിറ്റലുകാർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അല്ലെ. അപ്പൊ അതിന്റെ എല്ലാം ഈ ഒരു പോയിന്റ്സ് പഠിക്കാം കേട്ടാ. പിന്നെ ഒബ്ജക്റ്റീവ്സ് കേട്ടാ, ഒബ്ജക്റ്റീവ്സ് അത്രയൊക്കെയുള്ളു. പിന്നെ ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റിന് മിസ് എഴുതി തന്നിട്ടില്ലേ, മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയേക്കുന്ന ക്വസ്റ്റ്യൻ അതൊക്കെ പഠിക്കാം കേട്ടോ. മിസ് എടുത്ത ഭാഗം ക്ലിയർ ആണോ എല്ലാവർക്കും? മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, അപ്പൊ മിസ്സിന്റെ ക്ലാസ് ഇന്നത്തോടുകൂടി കഴിയാണ് കേട്ടോ. നമ്മുടെ ചാപ്റ്റർ തീർന്നു. മിസ് ഈ ചാപ്റ്റർ നിങ്ങൾ തീർന്നിട്ടുണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് മിസ് ഈ ചാപ്റ്റർ എടുക്കാൻ കയറിയതാണ്. ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു ക്ലാസ് മിസ്സിന് എടുക്കാൻ പറ്റിയില്ലേ, ഫാർമസി എന്നുള്ള ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് മിസ് ഒന്ന് തുടങ്ങി വെച്ചു. ഇനിയിപ്പോ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് 2-3 ക്ലാസ് കൂടി എടുക്കാൻ പറ്റി കേട്ടോ. അപ്പൊ ഗുണയ്ക്കുമ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റി. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാം കേട്ടോ. നമുക്ക് എക്സാമിന് സ്കോർ നേടുക എന്നതിലുപരി എന്താണ്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കാം അല്ലെ. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഓരോ ചാപ്റ്റേഴ്സും നല്ല രീതിയിൽ തന്നെ റിവൈസ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും again all the best. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.